രാമായണം നിത്യപാരായണം ചെയ്യുന്ന മാസമാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം എല്ലാ ഭവനങ്ങളിലും നിത്യപാരായണം ചെയ്യുന്ന മാസമാണ് കർക്കിടകം. വാസ്തവത്തിൽ അത് എന്നും പാരായണം ചെയ്യാവുന്നതാണ്. ഈ കർക്കിടകത്തിൽ മാത്രമായിട്ട് പരിമിതപ്പെടുത്തേണ്ടതില്ല. പക്ഷെ പഴയ ഒരു ആചാരപ്രകാരം നമ്മൾ കർക്കിടകത്തിലാണ് നിരന്തരം അത് വായിക്കുന്നത്. ദുഃഖം നിറഞ്ഞ മാസമാണ്. ഇപ്പൊ പഞ്ഞം എന്ന് പറയാൻ പറ്റില്ല. ഈ കൃഷിക്കാലത്തൊക്കെ പഞ്ഞമാസമാണ്, പട്ടിണിയാണ്, രോഗങ്ങൾ വരും, മഹാദുരിതങ്ങളുടെ കാലമാണ്. ആ ദുരിതകാലത്ത് നമ്മുടെ ദുരിതമൊക്കെ എത്ര നിസ്സാരമാണ് എന്ന് തോന്നാനാണ് രാമായണം വായിക്കുന്നത് എന്ന് സാമാന്യത പറയാറുണ്ട്. ഈശ്വരാംശജനായ ശ്രീരാമനും യോഗമാതാവായ സീതയും അടക്കം ദൈവാംശമുള്ളവരായിട്ടുള്ള ആളുകൾ അനുഭവിച്ച ദുരിതങ്ങളെ ആലോചിച്ചാൽ കേവല മനുഷ്യരായ നമ്മുടെ ദുരിതമൊക്കെ എത്ര നിസ്സാരമാണ് എന്ന ഒരു ബോധം നമുക്ക് അധ്യാത്മരാമായണ പാരായണം ഉണ്ടാക്കി തരും. അതിനുവേണ്ടി തന്നെയാണ് ആചാര്യൻ അധ്യാത്മരാമായണത്തെ ഉപജീവിച്ചത്. വാത്മീകി രാമായണത്തെ അല്ല തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഉപജീവിച്ചത്. വാത്മീകി രാമായണമാണല്ലോ ഏറ്റവും ആധികാരികമായ രാമായണ പാഠം. വാത്മീകി രാമായണത്തിന് മുമ്പും രാമായണ കഥകൾ ഇന്ത്യയിലും മറ്റു പല പ്രദേശങ്ങളിലും, മാലിദ്വീപിലും ഒരുപാട്, ഇന്തോനേഷ്യയിലടക്കമുള്ള നേപ്പാൾ, ചൈന വരെയുള്ള പ്രദേശങ്ങളിൽ രാമകഥ പ്രചാരത്തിലുണ്ടായിരുന്നു. വാത്മീകി രാമായണത്തിന് ശേഷം തന്നെ അത്ഭുത രാമായണം, ആനന്ദരാമായണം, ജൈന രാമായണം, ബുദ്ധരാമായണം, അധ്യാത്മരാമായണം തൊട്ട് വടക്കേ മലബാറിലെ മാപ്പിള രാമായണം വരെ എത്രയോ രാമായണ പാഠങ്ങൾ ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. എ കെ രാമാനുജൻ 300 രാമായണങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. 300 രാമായണമേ അദ്ദേഹം കണ്ടെടുത്തിട്ടുള്ളൂ എന്നേ ഉള്ളൂ. ഒരുപാട് രാമായണങ്ങൾ ഇനിയും കണ്ടെടുക്കപ്പെടാനുണ്ട്. ഫോക്ലോർ രാമായണങ്ങൾ ഇന്ത്യയെ ബന്ധിപ്പിക്കുന്ന, ഭാരതത്തെ ഉടനീളം ബന്ധിപ്പിക്കുന്ന ഒരു സംസ്കാര ധമനിയായിട്ടാണ് രാമായണ കഥ പ്രവർത്തിച്ചിട്ടുള്ളത്. വാത്മീകിയെ സംബന്ധിച്ച് ഒരു പുരുഷോത്തമനെ സൃഷ്ടിക്കുകയായിരുന്നു ഉദ്ദേശം. അല്ലെ, അറിയാമല്ലോ, കൊന്നസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ. നാരദന്റെ ചോദ്യം, ആരാണ് മര്യാദാ പുരുഷോത്തമനും ഗുണവാനും വീര്യവാനുമായിട്ടൊരാളുള്ളത്? അത് രാമനാണ്. ആ രാമൻ എന്ന മനുഷ്യന്റെ കഥയാണ് വാത്മീകി പറഞ്ഞത്. പക്ഷേ എഴുത്തച്ഛന് വേണ്ടിയിരുന്നത് അത്തരമൊരു കഥയല്ല. ഒരുപക്ഷെ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അനൈക്യത്തിലും പരസ്പര സ്പർദ്ധയിലും കലഹങ്ങളിലും ജീവിച്ചു പോകുന്ന ഒരു പ്രദേശത്തെ ഏകീകരിക്കാനും ആ പ്രദേശത്തെ ആത്മീയമായി ഉത്കർഷത്തിലേക്ക് നയിക്കാനും ധാർമ്മിക അടിത്തറയുണ്ടാക്കാനും വേണ്ടത് ധർമ്മചാരിയായ ഈശ്വരത്വമുള്ള ഒരു കഥാപാത്രത്തിന്റെ കഥ പറയുകയാണ്. ഈ ധർമ്മചാരിയായ രാമൻ ഈശ്വരനാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് എഴുത്തച്ഛന് അധ്യാത്മരാമായണം എഴുതേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ രാമായണ കഥ എഴുതേണ്ടിയിരുന്നത്. അതിന് പറ്റിയ ഒരു മൂല രാമായണമാണ് അധ്യാത്മരാമായണം. മറ്റു രാമായണങ്ങളിൽ മനുഷ്യരാമനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അധ്യാത്മരാമായണം ദൈവികതയുള്ള രാമനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പൊ ദൈവികത ഇല്ലാത്തൊരു സമൂഹത്തിലാണ് ദൈവികതയ്ക്ക് വേണ്ടി എഴുത്തച്ഛൻ പ്രവർത്തിച്ചത്. 16-ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ ചരിത്രം നിങ്ങൾക്ക് ഇന്ന് ആലോചിക്കാൻ പറ്റില്ല. ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾ, പരസ്പരം പടയോട്ടങ്ങൾ, യുദ്ധങ്ങൾ, അരാജകത്വം, നൂറ്റാണ്ടുകാല യുദ്ധത്തിനു ശേഷം ജീവനും സ്വത്തിനും പരിരക്ഷയില്ലാതെ മനുഷ്യർ അത്യന്തം ദുരന്തപൂർണമായ അനിശ്ചിതത്വം നിറഞ്ഞ ഒരു സമൂഹത്തിൽ ജീവിക്കുകയാണ്. എല്ലാവർക്കും വിദ്യാഭ്യാസമില്ല. ശൂദ്രമക്ഷര സംയുക്തം ദൂരത പരിവർജയെന്ന നിയമമുണ്ട്. അക്ഷരം പഠിക്കുന്ന ശൂദ്രനെ കണ്ടാൽ അടിച്ചു മണ്ടിക്കണം എന്നാണ് അതിന്റെ മലയാളം. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണ്യ ആ പരമ്പരയിലെ ഒടുക്കത്തെ ആളാണ് ശൂദ്രൻ. ശൂദ്രന് താഴെ അസംഖ്യം അവർണന്മാരുണ്ടായിരുന്നു. ഒരു അവർണ കോടികളുണ്ടായിരുന്നു. അവരെ കാണാൻ പാടില്ല. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ. തൊട്ടുകൂടാത്തവർ എന്ന് പറഞ്ഞാൽ ശൂദ്രന്മാരാണ്. തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവരുമായി അനേക കോടി മനുഷ്യർ തന്നെ അകറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു. അവർക്ക് അറിവില്ല, അവിദ്യയാണ്, വിദ്യയില്ല. ഇതുകൊണ്ടുണ്ടായിരുന്ന ഒരു ദോഷം പരസ്പര വൈരം, സ്പർദ്ധ, കൊലപാതകങ്ങൾ, അരാജകത്വം, ഒരു മൂല്യത്തിലും വിശ്വസിക്കാത്ത മനുഷ്യരുടെ മൂല്യരഹിതമായ ജീവിതത്തിന്റെ ജീർണത, ഇതുകൊണ്ട് ശ്വാസം മുട്ടിക്കഴിഞ്ഞ ഒരു സമൂഹത്തിലാണ് എഴുത്തച്ഛൻ ഭൂജാതനാകുന്നതും അധ്യാത്മരാമായണ രചന നിർവഹിക്കുന്നത്. അത് എഴുത്തച്ഛനിൽ മാത്രമുള്ളൊരു കാലമാണ്, ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട കാലമാണ്.
ഭക്തി പ്രസ്ഥാനം ശക്തിപ്പെട്ടു വരുന്നു. ഭക്തി പോലും സവർണ മേധാവിത്വം കുത്തകയാക്കി വെച്ചിരുന്ന കാലത്ത് ഭക്തിയെ സ്വതന്ത്രമാക്കാൻ വേണ്ടി ഇന്ത്യയിലുടനീളം വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിന് ഇന്ത്യൻ സംസ്കൃതിയുടെ ശിരാപടലമായി കിടക്കുന്ന രാമായണത്തെയാണ് പലരും ഉപയോഗപ്പെടുത്തിയത്. അതിൽ പ്രധാനപ്പെട്ട ഒരാൾ തുളസീദാസനാണ്. രാമചരിത മാനസം എഴുതിയ തുളസീദാസൻ. ഉത്തരേന്ത്യ മുഴുവൻ രാമകഥ ഇന്നും പ്രചരിക്കുന്നത് തുളസീദാസന്റെ കൃതിയിലൂടെയാണ്. പക്ഷെ തുളസീദാസൻ ബ്രാഹ്മണനായിരുന്നെങ്കിലും സാധാരണ തെരുവ് തണ്ടിയായിട്ട് ജീവിച്ചു. പള്ളികളിൽ കിടന്നുറങ്ങി, അവിടുന്ന് കിട്ടുന്ന ഭക്ഷണം കഴിച്ചു. ഇയാൾ ചണ്ടാളനാണെന്ന് അക്കാലത്തെ ബ്രാഹ്മണ സമൂഹം തുളസീദാസനെതിരെ വിധി പ്രസ്താവിച്ചു. അദ്ദേഹമാണ് മന്ദിറും മസ്ജിദും ഒന്നാണെന്ന് രാമനെ മുൻനിർത്തിക്കൊണ്ട് പറയുന്നത്. രാമനും റഹീമും ഒന്നാണെന്ന് പറയുന്നതും തുളസീദാസനാണ്. അപ്പൊ അതുകൂടി ചേർത്ത് വെച്ചാലേ എഴുത്തച്ഛന്റെ സാങ്കത്യം മനസ്സിലാവുകയുള്ളൂ. തുളസീദാസൻ, കബീർദാസ്, സൂർദാസ്, നാമദേവൻ, ശങ്കരദേവൻ, ഇതൊക്കെ ഉത്തരേന്ത്യയിലല്ല. ശങ്കരദേവനൊക്കെ ആസാമിലായിരുന്നു. ഇങ്ങോട്ട് വന്നാൽ പമ്പ തൊട്ട് മുമ്പ് വന്നു കർണാടകയിൽ. കമ്പറിന് കുറച്ച് മുമ്പ് വന്നു എഴുത്തച്ഛൻ. ഇങ്ങനെ ഒരു വലിയ നിര. അതിന് തൊട്ട് മുമ്പ് ഷാമുനിയെ പോലെയുള്ള സൂഫി കവികൾ. ഷാമുനിയാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു ദൈവമേ ഉള്ളൂ, അത് അള്ളാഹുവും, ദൈവം എന്ത് പേരിട്ട് വിളിച്ചാലും ഒരു ദൈവമേ ഉള്ളൂ എന്ന് എല്ലാ വിശ്വാസികൾക്കും ബോധ്യപ്പെടുന്ന വിധത്തിൽ പറഞ്ഞ ഒരു സൂഫി കവി. അന്ന് ഖാജ മൊയ്നുദ്ദീൻ ചിശ്തിയെ പോലുള്ള സൂഫി പരമ്പരകൾ ഇന്ത്യയിലുണ്ട്. സൂഫി ഒരു ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ്. ഈ രണ്ട് ഭക്തി പ്രസ്ഥാനങ്ങളും ഇന്ത്യയിൽ അലയടിച്ച കാലത്താണ് ഈ പറയുന്നത് പോലെ അറിവ് നിഷേധിച്ച ആളുകൾക്കൊക്കെ അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു വിശിഷ്ടമായ ഇടപെടൽ ആ കവികൾ ചെയ്യുന്നത്. അതിലൊരു ഇടപെടലാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. എഴുത്തച്ഛൻ ചെയ്ത പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. അറിവിനെ സ്വതന്ത്രമാക്കി. അതിൽ അദ്ദേഹത്തിന് ആശ്രയിക്കാവുന്നത് ഇന്ത്യയിലെ അദ്വൈതത്തെയായിരുന്നു. ഞാൻ അദ്വൈതത്തിലേക്ക് വരാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ഇന്ത്യൻ ദർശനങ്ങളുടെ കാതലായ വശം അദ്വൈതമാണ്. അതൊരു മലയാളി സന്യാസിയാണ് സ്ഥാപിച്ചെടുത്തത് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം. ദ്വൈതവാദം പ്രചരിപ്പിച്ച മാധ്വാചാര്യർ മലയാളിയല്ല. വിശിഷ്ടാദ്വൈതം പ്രചരിപ്പിച്ച രാമാനുജാചാര്യനും മലയാളിയല്ല. എന്നാൽ അദ്വൈതം സ്ഥാപിച്ചത് ജഗദ്ഗുരു ആദിശങ്കരനാണ്. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അധികം പെട്ടെന്ന് കണ്ടുപിടിച്ചതല്ല. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഉപനിഷത് ദർശനങ്ങളിൽ നിന്നും വേദാന്തങ്ങളിൽ നിന്നും വേദാംഗങ്ങളിൽ നിന്നും അദ്വൈതമാണ് ഇന്ത്യയുടെ സാരസർവസ്വമായ ദർശനം. അദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടില്ല, ഒന്നേ ഉള്ളൂ. അതിൽ 4 പടികൾ ഉപനിഷത്തുക്കളിൽ നിന്ന് ആചാര്യൻ, ജഗദ്ഗുരു ആചാര്യൻ ശങ്കരാചാര്യർ മുന്നോട്ട് വെച്ചു. അതിൽ ആദ്യത്തേത് ശാന്തോഗ്യോപനിഷത്തിൽ പല ഗുരുകുലങ്ങളിൽ പഠിച്ച് തിരിച്ചു വന്ന ശ്വേതകേതു എന്ന കുട്ടിയോട് ഉദ്ദാലക ആരുണി ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ്. ചോദ്യം എങ്ങനെയാണ്? കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതി. നീ ഇത്രയൊക്കെ പഠിച്ചല്ലോ, ഏതൊന്നറിഞ്ഞാൽ ലോകത്തിലുള്ളത് മുഴുവൻ അറിയാറാകുമോ? ആ അറിവ് നിനക്ക് കൈവന്നു പോകും. അതാണ് ചോദ്യം. കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതി. ഏതൊന്നറിഞ്ഞാൽ ലോകത്തിലുള്ളത് മുഴുവൻ അറിയാറാകുമോ? ആ അറിവ് നിനക്ക് കൈവന്നു പോകും. അതിനുത്തരം കുട്ടിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അച്ഛൻ പഠിപ്പിക്കുന്നതാണ് തത്വം അസി ശ്വേതകേതു. തത്വം അസി, അത് നീ ആകുന്നു. നീ അറിയേണ്ടത് നിന്നെ ആകുന്നു. നിന്നെ അറിഞ്ഞാൽ നിനക്ക് മനസ്സിലാകും അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ഈശ്വരൻ. ഈ സമസ്ത ചരാചരങ്ങൾക്കും അധിനായകത്വം വഹിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് ഞാൻ തന്നെയാണ്. അത് അഹങ്കാരമല്ല. ഞാൻ അവിടേക്ക് വരാം. ആ ഞാൻ തത്വമസി, അത് നീയുമാണ്, സ്വാമിയുമാണ്. ഞാൻ മാത്രമല്ല, സ്വാമി അത് തന്നെയാണ്. എന്നാൽ ഞാനും സ്വാമി മാത്രമല്ലല്ലോ. ആയം ആത്മാ ബ്രഹ്മ. ഈ കാണപ്പെട്ടത് മുഴുവൻ ഈശ്വരനാണ്. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ബ്രഹ്മമാണ്. അതിന് വേണ്ടതായിട്ട് അദ്വൈതകാരൻ പറഞ്ഞത് പ്രജ്ഞാനം ബ്രഹ്മ. ശുദ്ധമായ അറിവുണ്ടാവണം. ശുദ്ധമായ അറിവുണ്ടെങ്കിൽ എല്ലാം ഒന്നാണെന്ന് കാണാറാകും. അപ്പൊ അവിദ്യയാണ് ഇതിനൊക്കെ കാരണം. എന്തിന്? ഈ ഭേദചിന്തകൾക്കൊക്കെ കാരണം അവിദ്യയാണ്. വിദ്യ ഉണ്ടായാൽ ഭേദചിന്തകളില്ല, രണ്ടില്ല. ഇതാണ് അദ്വൈതത്തിന്റെ അടിസ്ഥാന പാഠം. ഇതിന് ഒരുപാട് കാര്യങ്ങൾ വേറെയും പറയാൻ പറ്റും. ഈശാവാസ്യോപനിഷത്തിൽ പറയുന്നുണ്ടല്ലോ, ഈശാവാസ്യമിദം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്തേന ത്യക്തേന ഭുഞ്ജീത മാഗൃത കസ്യസിത് ധനം. ഈ കാണപ്പെട്ടതിൽ മുഴുവൻ ഈശൻ വസിക്കുന്നു. ഈ പ്രപഞ്ചം എന്തുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നുവോ അതൊക്കെ ഈശ്വരനെ കൊണ്ടാണ്, ഈശത്തെ കൊണ്ടാണ്.
നിങ്ങൾ ഒന്നും പിടിച്ചു പറിക്കരുത്. മാ ഗൃഥ കശ്വസി ധനം, മറ്റൊരാളുടെ ധനത്തെ ആഗ്രഹിക്കരുത്, പിടിച്ചു പറിക്കരുത്. തേന ത്യക്തേന ഭുഞ്ചീത, ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക. അതാണ് അദ്വൈതകാരൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ദർശനം ഈശാവാസ്യോപനിഷത്തിൽ. എഴുത്തച്ഛൻ പറയുന്നുണ്ടല്ലോ, ഭോഗങ്ങൾ കാക്ഷിക്കുകയും വേണ്ട, ഭോഗം വിധികൃതം വർദ്ധിക്കുകയും വേണ്ട. ഭോഗങ്ങളൊന്നും ആഗ്രഹിക്കേണ്ട, വിധിവശാൽ കിട്ടിയതൊന്നും വേണ്ടാന്നും വെക്കണ്ട. ഇതാണ് പ്രപഞ്ച ജീവിതത്തോട് മനുഷ്യൻ പുലർത്തേണ്ടതായ ഒരു സമീപനം. എനിക്ക് ഇന്നതൊക്കെ വേണമെന്ന് ആഗ്രഹിക്കേണ്ട, വന്നു ചേർന്നതിനെ വേണ്ടെന്നും വെക്കണ്ട. ഇത് ഈശാവാസ്യോപനിഷത്ത് മുന്നോട്ട് വെച്ച ഒരു ജീവിത സമീപനമാണ്. ഇതിനെയാണ് ഒരുപക്ഷെ എഴുത്തച്ഛൻ തൻ്റെ ദർശന സാരമായിട്ട് എടുത്തത്. അദ്വൈതത്തെ തന്നെയാണ്. എങ്ങനെ നിർദ്ധാരണം ചെയ്താലും അദ്വൈതമേ ഉള്ളൂ. ഉദാഹരണത്തിന് ഹരിനാമകീർത്തനം എടുത്താൽ അറിയാലോ, ആദ്യം തന്നെ അദ്ദേഹം പറയുന്നത് ഒന്നായ നിന്നെ ഇവ രണ്ടെന്ന് കണ്ടളവിലുണ്ടായ ഒരു ഇണ്ടൽ. ഒന്നായതിനെയൊക്കെ രണ്ടായി കണ്ടതാണ് ഇണ്ടലിനൊക്കെ ഹേതു. ഇണ്ടൽ എന്ന് പറഞ്ഞാൽ ദുഃഖം. ദുഃഖത്തിന് കാരണമായത് ഈ ഒന്നായതിനെ രണ്ടായും മൂന്നായും പലതായും കണ്ടതാണ്. അതുകൊണ്ട് പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാക എങ്കിൽ. ഇത് ആചാര്യൻ ഹരിനാമകീർത്തനത്തിൽ പറയുക മാത്രമല്ല, നിങ്ങൾ അധ്യാത്മരാമായണം മുഴുവൻ വായിച്ചു നോക്കൂ. എല്ലായിടത്തും ആവർത്തിച്ച് വരുന്നത് അവിദ്യ നീങ്ങണം, അല്ലെ? അവിദ്യ സംസാര കാരിണിയായത് അവിദ്യയും സംസാര നാശിനിയായത് വിദ്യയും കൃത്യമായി തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സംസാര ജീവിതത്തിന്റെ ഈ കാണുന്ന ദുഃഖ ദുരിത സംഘർഷ ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് കാരണം അവിദ്യയാണ്. വിദ്യയാണ് ഉണ്ടാകേണ്ടത്. ഈ വിദ്യ ഉണ്ടാകുന്നതിനാണ് അധ്യാത്മരാമായണം കഥ. അത് അദ്ദേഹം ആദ്യം തന്നെ പറയുന്നുണ്ട്. വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്ക് അറിയാൻ വണ്ണം ചൊല്ലിയിടുന്നേൻ. വേദാന്താദി വിദ്യകളെല്ലാം ചേതസ്സി തെളിഞ്ഞുണർന്ന് തുണയ്ക്കുമാറാകണമെന്ന്, അല്ലെ? കൃത്യമായിട്ട് പറഞ്ഞിട്ട് എന്തിനാണ് രാമായണം പറയുന്നത്? ഈ ബോധഹീനന്മാരായ മനുഷ്യർ, അറിവില്ലാത്ത മനുഷ്യർക്ക് വേദസംഹിതമായിട്ടുള്ള രാമായണത്തിൽ നിന്ന്, വേദസംഹിതമാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, വേദാർത്ഥമാണ് രാമായണം. രാമായണം വെറും കഥയല്ല, അത് വേദാർത്ഥ സാരമാണ്. വേദാർത്ഥം മാത്രമല്ലെന്ന് അടുത്ത വരിയിൽ പറയുന്നുണ്ട്. വേദാന്താദി വിദ്യകൾ. ഇന്ത്യയിലെ വിജ്ഞാനം ഒന്ന് വേദമാണ്, മറ്റൊന്ന് വേദാംഗങ്ങളായ 6 ശാസ്ത്രങ്ങളാണ്. കൽപ്പം, നിരുക്തം, ഛന്ദോ, വിചിതി എങ്ങനെ തുടങ്ങുന്ന 6 ശാസ്ത്രങ്ങളും പിന്നെ വേദാന്തവും. വേദാന്തമാണ് ഉപനിഷത്ത്. വാസ്തവത്തിൽ വേദത്തിന്റെ അന്തമറ്റമാണ് ഉപനിഷത്ത് സൂക്തികൾ. അപ്പൊ അതിന്റെ എല്ലാം കറന്നിട്ടുള്ള സാരമാണ് അധ്യാത്മരാമായണത്തിലൂടെ പറയുന്നത്. അതുകൊണ്ട് രാമന്റെ ജീവിത കഥയല്ല പറഞ്ഞത്. രാമനെ മുൻനിർത്തിക്കൊണ്ട് ഒരു ജനതയ്ക്ക് സംസ്കാരം ഉണ്ടാകാൻ ആവശ്യമായ, സദാചാരം ഉണ്ടാവാൻ ആവശ്യമായ, ഒരു ജനതയ്ക്ക് ഭേദചിന്തകളില്ലാത്ത സമത്വ ചിന്ത ഉണ്ടാവാൻ ആവശ്യമായ, മനുഷ്യന് അരോഗമായ മനസ്സുണ്ടാകുന്ന വിദ്യ പ്രദാനം ചെയ്യുന്ന ഒരു സാരസർവസ്വമായിട്ടാണ് അധ്യാത്മരാമായണം കഥ ആചാര്യൻ പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ള ആളുകൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആചാര്യൻ, അതിന് ഉദാഹരണം എടുത്താൽ നിങ്ങൾ അതിലെ സ്തുതികൾ എടുത്താൽ മതി. പല സ്ഥലങ്ങളിലുള്ള സ്തുതികൾ, ഉപദേശങ്ങൾ, അല്ലെ? ആരണ്യകാണ്ഡത്തിൽ അഗസ്ത്യന്റെ സ്തുതിയുണ്ട്. അഗസ്ത്യ സ്തുതിയിൽ അഗസ്ത്യൻ പറയുന്നത് ഞാനും നീയും ഒക്കെ തന്നെയാണ്. രാമൻ വേറിട്ടൊരാളല്ല. രാമൻ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഉള്ളതാണ്. സമസ്തവും രാമനാണ്. ഞാനടക്കം, ഞാനൊഴിച്ചുള്ള ഈ ബൃഹത്തായ പ്രപഞ്ചവും ചേർന്ന ഏകകമാണ് രാമനെന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ലേ ഉള്ളൂ. അത് ആ അഗസ്ത്യ മുനിയുടെ സ്തുതിയിൽ കേൾക്കാം. ഇങ്ങനെ ഓരോ ഘട്ടത്തിലെടുത്ത് നോക്കൂ. ലക്ഷ്മണോപദേശത്തിൽ കൃത്യമായി തന്നെ അവിദ്യ എന്താണെന്ന് പറയുന്നുണ്ട്. കുറച്ചിങ്ങോട്ട് വന്നാൽ താരോപദേശമുണ്ട്. കിഷ്കിന്ധാകാണ്ഡത്തിൽ താരോപദേശത്തിൽ താരയെ ഉപദേശിക്കുന്നതും ഈ വേറിട്ടില്ല, ആരും മരിക്കുന്നില്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകാത്. ഭഗവത്ഗീത പറഞ്ഞതാണ്. ആത്മാവ് നശിക്കുന്നില്ല. മനുഷ്യ ശരീരം നശിച്ചു പോയാലും ആത്മശക്തി നശിക്കുന്നില്ല. ആത്മശക്തിയാണ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്. നിങ്ങളിൽ പ്രവർത്തിക്കുന്നതും മറ്റൊരാൾ പ്രവർത്തിക്കുന്നതും ഈ പ്രപഞ്ച ശക്തി തന്നെയാണ്. പ്രപഞ്ചോർജം തന്നെയാണ് നിങ്ങൾ. ഇപ്പൊ അഹം ബ്രഹ്മാസ്മി എന്നും തത്വമസി എന്നും പറയുമ്പോൾ നിങ്ങൾ ഈ പരിപൂർണ പ്രപഞ്ചമാണ്. നിങ്ങളിതെല്ലാം നിർലീനമായിട്ടുണ്ട്. നിങ്ങളെ അറിയുമ്പോൾ നിങ്ങൾക്ക് പ്രപഞ്ചത്തെ അറിയാറാകും. ഇപ്പൊ യോഗവിദ്യ പോലുള്ള ദർശനങ്ങളിൽ പറയുന്നത് പ്രപഞ്ചത്തിലെ മുഴുവൻ ശക്തിയും സർപ്പിളാകാരമായി കുണ്ടലിനിയിൽ ചുരുണ്ട് കിടക്കുന്നു എന്നാണ്. ഇപ്പൊ യോഗവിദ്യ പഠിപ്പിക്കുന്ന ആളുകൾ പറയുന്നത് നിങ്ങളിലേക്ക് നോക്കാനാണ്. നിങ്ങൾ പൂർണ്ണ ബലവാനാണ്. നിങ്ങൾ പ്രപഞ്ചം തന്നെയാണ്. ഓരോ വ്യക്തിയും പരിപൂർണ പ്രപഞ്ചമാണ്.
നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന അതിന് ഒരു പ്രതീകമാണ് കുണ്ടലിനി. കുണ്ടലിനിയിൽ ഈ സർപ്പിളാകാരമായി ഈ ഊർജം, പ്രപഞ്ചോർജം ചുരുണ്ടു മടങ്ങി കിടക്കുന്നു. അതിനെ സ്വാധിഷ്ഠാനം, മണിപൂരകം തുടങ്ങിയിട്ടുള്ള ആധാരങ്ങളിലൂടെ ആജ്ഞാചക്രം ഭേദിച്ച് സഹസ്രാരപത്മം വിടരുന്നതോടുകൂടി പ്രപഞ്ചവും താനും തമ്മിലുള്ള ഈ അകൽച്ചയില്ലാതെ താനും പ്രപഞ്ചവും ഒന്നായിത്തീരും. ഇതാണ് അദ്വൈതം. ഇത് വാസ്തവത്തിൽ ശാസ്ത്രവുമാണ് കേട്ടോ. ഇതിനെ നമ്മൾ അങ്ങനെ കാണാത്തതുകൊണ്ടാണ് ഈ പ്രപഞ്ചവും താനും ഒന്നാണെന്നുള്ളത് ഏറ്റവും പുതിയ ആസ്ട്രോഫിസിക്സ് മാത്രമല്ല അതിനുശേഷമുള്ള ദർശനവും പറയുന്നത്. ഇപ്പൊ നാനോ സയൻസും നാനോ ടെക്നോളജിയും വികസിച്ചൊരു കാലം. ഇപ്പൊ നാനോ സയൻസ് പറയുന്ന ഒരു പ്രധാന ദർശനം ആറ്റമായിരുന്നു ഏറ്റവും ചെറുത്. ആറ്റത്തെ എത്രയോ കോടാനുകോടിയായി വിഭജിച്ചാൽ കിട്ടുന്ന ഒരു സൂക്ഷ്മദർശിനിക്കും കാണാൻ കഴിയാത്ത പാർട്ടിക്കിളാണ് ഈ നാനോ പാർട്ടിക്കിൾ. ആ നാനോ പാർട്ടിക്കിളിൽ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പ്രതിബന്ധാനം ഉണ്ടെന്നാണ്. ആ നാനോ പാർട്ടിക്കിളിൽ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ട്. പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതിന്റെ എല്ലാ അംശങ്ങളും നാനോ പാർട്ടിക്കിൾ ഉണ്ടെന്നാണ് മോഡേൺ സയൻസ് പറയുന്നത്. അപ്പൊ ഇതുപോലെയാണ് അന്ന് സൂക്ഷ്മത്തിൽ സ്ഥൂലമുണ്ട് എന്ന് പറഞ്ഞു. നിന്നിൽ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ട്. സൂക്ഷ്മമാണ് സ്ഥൂലത്തിന്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ സ്ഥൂലം സൂക്ഷ്മവുമാണ്. ഇങ്ങനെ അറിയാനുള്ള ഒരു ധാരണയാണ് ശരിക്ക് ഈ അദ്വൈതത്തിന്റെ കാതലായിട്ടുണ്ടാകേണ്ടത്. അതിന് വേണ്ടത് ഭക്തി യോഗമാണെന്നാണ് ആചാര്യൻ കണക്കാക്കിയത്. ഇന്ത്യയിൽ 3 പ്രധാനപ്പെട്ട യോഗങ്ങളിൽ ഒന്ന് ജ്ഞാനയോഗവും, മറ്റൊന്ന് കർമ്മയോഗവും, മൂന്നാമത്തേത് ഭക്തി യോഗവുമാണ്. ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പഠിച്ചറിഞ്ഞ് മഹാജ്ഞാനിയായി തീർന്ന് ജ്ഞാനം കൊണ്ട് മുക്തനായി തീരാൻ പറ്റും. പ്രപഞ്ചത്തിന്റെ മുഴുവൻ സാരവും അറിവിലൂടെ ആർജിക്കാം. അത്ര അറിവില്ലാത്ത ആളുകൾക്ക് കർമ്മം ചെയ്യാം, ആത്മാർത്ഥമായിട്ട് കർമ്മം ചെയ്യാം, മറ്റൊന്നും ആഗ്രഹിക്കാതെ. കർമ്മണ്യേ വാ അധികാരസ്ഥേ മാ ഫലേഷു കഥാചന. തനിക്കെന്തെങ്കിലും തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കാതെ നിഷ്കാമ കർമ്മിയായ ഒരാൾക്കും ഈശ്വര സാക്ഷാത്കാരം കിട്ടുമെന്നാണ് ഒരു ദർശനം. മൂന്നാമത്തെ എളുപ്പമുള്ള വഴിയാണ് ഭക്തി. എളുപ്പമല്ല, അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതുമാണ്. ഭക്തിയുടെ ഒരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ അറിവൊന്നും വേണമെന്നില്ല. പരിപൂർണമായി ദൈവത്തിൽ അങ്ങോട്ട് സമർപ്പിച്ചാൽ മതി. താൻ ചെയ്യുന്ന കർമ്മവും തൻ്റെ ചിന്തയും താനും ഈശ്വരൻ തന്നെയാണ്. അഭേദമില്ല താനും ഈശ്വരനും തമ്മിൽ. ഇത് ചിന്തിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. ഭക്തന് ഈശ്വര സാക്ഷാത്കാരം എളുപ്പമാണ്. അപ്പൊ ഭക്തിയുടെ വഴിയാണ് എഴുത്തച്ഛൻ പിന്തുടർന്നത്. ഈശ്വരനോടുള്ള ഭക്തി പലരിലും പല രീതിയിലാണ്. ഇപ്പൊ സമ്പാദിയിലെ ഈശ്വര ഭക്തിയും, ജഡായുവിലെ ഈശ്വര ഭക്തിയും, സീതയിലെ ഈശ്വര ഭക്തിയും, വിഭീഷണനിലെ ഈശ്വര ഭക്തിയും, കുംഭകർണനിലെ ഈശ്വര ഭക്തിയും, ഓരോരോ കഥാപാത്രത്തിലെ ഈശ്വര ഭക്തിയും വ്യാഖ്യാനിക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കി അറിയാം. ജഡായുവിന്റെ സ്തുതിയിലും രാമനെ പരമാത്മാവായിട്ട് കാണുന്നു, സമ്പാദിയുടെ സ്തുതിയിലും രാമനെ പരമാത്മാവായിട്ട് കാണുന്നു. കുംഭകർണന്റെ നീതിവാക്യത്തിൽ കുംഭകർണൻ രാവണന്റെ അനുജനാണ്, പക്ഷെ രാവണനെ ഹിതോപദേശം നൽകുന്നത് കുംഭകർണനാണ്. കുംഭകർണൻ പറയുന്നത് നീ ചെയ്തത് തെറ്റാണെന്നാണ്. നീ ഈ പ്രപഞ്ച പരിപൂർണതയോടാണ് കലഹിക്കുന്നത്, നിന്നോട് തന്നെ കലഹിക്കുക. എത്ര കൃത്യമായിട്ടാണ് കുംഭകർണൻ പറയുന്നത്. കുംഭകർണനും നീതിമാനാണ്, വിഭീഷണനും നീതിമാനാണ്. ഒരർത്ഥത്തിൽ ആലോചിക്കുമ്പോൾ രാവണനും നീതിമാനാണ്. രാവണൻ ചെയ്തത് വ്യവഹാരത്തിലെ ഒരു കുറ്റത്തിന് പ്രതികാരം ചെയ്യാൻ എന്ന് വെച്ച് രാവണൻ ഒരിക്കലും രാമനെ നിന്ദിക്കുന്നില്ല. എഴുത്തച്ഛന്റെ രാമൻ ഒരിക്കലും രാവണൻ ഒരിക്കലും രാമനെ നിന്ദിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു, എവിടെയെങ്കിലും രാവണൻ രാമനെ നിന്ദിക്കുന്നതായിട്ട് പറയുന്നില്ല. മാത്രമല്ല, നിന്നെ കാണാനാണ് ഞാൻ കാത്തിരുന്നത് എന്ന് ആഗ്രഹിക്കുക കൂടി ചെയ്യുന്നു. ഇവിടെയാണ് ഒരുപക്ഷെ തമോ ഗുണികളിൽ പോലും ആത്മബോധത്താൽ തെളിയുന്ന ഈ സാകല്യാവസ്ഥ ഉണ്ട്. രണ്ടല്ല എന്ന അവസ്ഥ. ഇത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനമാണ്. ഈ രണ്ടെന്നതാണ് നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നം. ഈ അദ്വൈത ഭാവം എവിടെയോ വെച്ച് കൈവിട്ടുപോയി. എന്തിനാണ് ഈശ്വരനെ പ്രേമിക്കുന്നത്? ഈശ്വരപ്രേമം എന്തിനാണ്? ഒരു ഭക്തനെ സംബന്ധിച്ച് എന്തിനാണ് ഈശ്വരപ്രേമം? ഈശ്വരനില്ലെങ്കിലും ആൾക്കാർക്ക് ജീവിക്കാം. ഭക്തനെ സംബന്ധിച്ച് ഈശ്വരപ്രേമം താൻ തന്നെ ഈശ്വരനാണെന്ന് അറിയുന്ന കാര്യം അവിടുത്തെ എത്താനാണ്. അല്ലാതെ എനിക്ക് എൻ്റെ കുട്ടി പരീക്ഷയിൽ പാസ്സാവണം, അമ്മായിയമ്മയുടെ കണ്ണു പോകണം, അയൽക്കാരന് മറ്റേ ദ്രോഹം ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കാനൊരു ഈശ്വരന് ആവശ്യമില്ല. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഈശ്വരൻ മുഖവുമല്ല. ഭക്തിയുടെ ഉപാധി സ്വാർത്ഥമല്ല. ഭക്തിയുടെ ഉപാധി പൂർണ്ണ സമർപ്പണമാണ്. ഒരു കുട്ടി ദൈവത്തെ കണ്ടതായിട്ടൊരു കഥയുണ്ട്. ചെറിയ കുട്ടിയാണ്, ഈ കാലത്തെ കുട്ടിയാണ്. കുട്ടി ദൈവത്തോട് ചോദിച്ചു, ഒരു നിമിഷം എത്ര കോടി പ്രാർത്ഥനയാണ് ദൈവത്തിനടുത്തേക്ക് വരുന്നത്? ഏത് സൂപ്പർ കമ്പ്യൂട്ടറിലാണ് ദൈവമേ ഈ പ്രാർത്ഥനയൊക്കെ പ്രോസസ് ചെയ്തതിലൊക്കെ പരിഹാരം ഉണ്ടാക്കുന്നത്? ദൈവം കുട്ടിയോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ കമ്പ്യൂട്ടറൊന്നുമില്ല. ഒരു നിമിഷം കോടിക്കോട് ഇപ്പൊ തന്നെ എത്രയോ കോടി പ്രാർത്ഥന ദൈവത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ചിലര് ഇങ്ങനെ പ്രാർത്ഥിക്കും, എൻ്റെ കുട്ടി പരീക്ഷയിൽ പാസ്സാവണം, ആ പ്രാർത്ഥന ഇവിടെ വരില്ല. അയൽക്കാരൻ്റെ കുട്ടി തോൽക്കണം, ആ പ്രാർത്ഥന ഇവിടെ വരില്ല. നേരത്തെ പറഞ്ഞതുപോലെ
മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാകണം, പലതരത്തിലുള്ള സ്വാർത്ഥ കേന്ദ്രീകൃതമായ ഒരു പ്രാർത്ഥനയും ഇങ്ങോട്ടെത്തുകയില്ല. ചില ആളുകൾ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കും. ലോകത്തിന് മുഴുവൻ സുഖം ഉണ്ടാകണം. ആ പ്രാർത്ഥന ഞാൻ തീർപ്പ് കൽപ്പിക്കും. അപ്പൊ എന്താ ഗുണം? ലോകത്തിലുള്ളവർക്ക് മുഴുവൻ ഗുണമുണ്ടാവും. അങ്ങനത്തെ പ്രാർത്ഥനകൾ എത്ര വർദ്ധിക്കുന്നുവോ അത്ര കണ്ട് ലോകത്ത് സൗഖ്യമുണ്ടാകുമെന്ന് കുട്ടിയോട് ദൈവം പറഞ്ഞിരിക്കുന്നു എന്നാണ്. ഇതൊരു പ്രാഥമിക പാഠമാണ്. ഇത് എഴുത്തച്ഛൻ അവസാനം നിഷ്കർഷിച്ചൊരു കാര്യമാണ്. ജാതി നാമാദികൾക്കല്ല ഗുണഗണം. ജാതിയോ നാമമോ വർണ്ണമോ വർഗമോ അല്ല. ഗുണത്തിന്റെ അടിസ്ഥാനം നിന്നിൽ പ്രകാശിക്കുന്ന വിദ്യയാണ്. അതുകൊണ്ട് സംസാരകാരിണിയായ അവിദ്യയെ മാറ്റുകയും സംസാര നാശിനിയായ വിദ്യയെ, ഈ സംസാരം എന്ന് പറയുന്നത് ജീവിതത്തിലെ പലവിധങ്ങളായ രാഗദ്വേഷാദി സങ്കുലമായ അവസ്ഥകളാണ്. ആ അവസ്ഥകളെ മറികടക്കണമെങ്കിൽ അതിനാണ് വാസ്തവത്തിൽ എഴുത്തച്ഛൻ ഈ കമ്പിന് ഉപദേശം വെച്ചത്. അല്ലെങ്കിൽ ആ കഥ പറഞ്ഞു പോയാൽ പോലെ. എഴുത്തച്ഛന്റെ ഉപദേശമൊക്കെ മാറ്റി നിർത്തിയ രാമായണം കുറച്ചേ ഉള്ളൂ അല്ലെ? കഥ വളരെ കുറച്ചേ ഉള്ളൂ. അതിനിടയ്ക്ക് കമ്പിന് ഉപദേശങ്ങൾ. ലക്ഷ്മണോപദേശം തന്നെ പറയുന്നത് വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞ് എന്നോട് വാക്കുകൾ. കൃത്യമായി പറഞ്ഞിരിക്കുന്ന കാര്യം, എന്റെ വാക്ക് കേൾക്കണമെങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? മത്സരം വെടിയണം. മറ്റൊരാളുമായിട്ടുള്ള മത്സരബോധം, അഹന്താധിഷ്ഠിതമായ ദ്വേഷം, വെറുപ്പ്, ഇതൊക്കെ വെടിഞ്ഞതിന് ശേഷമേ എന്റെ വാക്കുകൾ കേൾക്കാവൂ. എന്നെ കുറിച്ച് നിനക്ക് വലിയ മമതയുണ്ടെന്നൊക്കെ എനിക്കറിയാം. എന്നിട്ടാണ് പറയുന്നത്. അതിനൊരു സ്ഥലത്ത് ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്ന് ആമ്രേഡിതം കലർന്നിടും ദശാന്തരെ. ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ച് പോകിലാം, വെന്ത് വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ഇന്ദ്രിയാർത്ഥികളല്ല മനുഷ്യൻ. ഇത് സ്ഥാപിച്ചെടുക്കാൻ എഴുത്തച്ഛനത്തിൽ ഉടനീളം ശ്രമിക്കുന്നു. എന്താ പറയുന്നത്? ഞാൻ ബ്രാഹ്മണോഹം, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ നരേന്ദ്രനാണ്, രാജാവാണ്, ഞാൻ ആഢ്യനാണ് എന്നിങ്ങനെ അഹങ്കരിച്ച് നടക്കുമ്പോൾ, തലയിട്ടുരുട്ടി ആകാശത്തിൽ തലയുരുട്ടി നടക്കുമ്പോൾ നിങ്ങൾ വീണ് മരിച്ചു പോകും അല്ലെ? അപ്പോൾ ജന്തുക്കൾ ഭക്ഷിച്ചതിന് ശേഷം കാഷ്ടിച്ച് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അതേ ഉള്ളൂ ഈ ശവം. അല്ലെങ്കിൽ വെന്ത് വെണ്ണീറായി പോയതിനു ശേഷം വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ നിങ്ങൾ. ഈ ഒരു അഹന്താബോധത്തെ ജ്ഞാനം കൊണ്ടും വിദ്യ കൊണ്ടും മറികടക്കാം. ഇത് എഴുത്തച്ഛൻ മലയാളിക്ക് തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശമാണ്. അറിവ് എന്തിനുള്ളതാണ്? അറിവ് രാഗദ്വേഷാദികൾക്കുള്ളതല്ല. അറിവ് ഏകത്വത്തിലേക്കുള്ള യാത്രയാണ്. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാൻ എന്ന ഭാവമത് തോന്നായിക വേണമിഹ. തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ. എത്ര കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഞാൻ എന്ന അഹന്ത തോന്നരുത്. തോന്നുന്നതാകിൽ അഖിലവും ഞാനാണ്. ഞാൻ തന്നെയാണ് സ്വാമി, ഞാൻ തന്നെയാണ് കൃഷ്ണൻകുട്ടി മാഷ്, ഞാൻ തന്നെയാണ് വിക്രമൻ, ഞാൻ തന്നെയാണ് ഈ കാണുന്ന പുൽച്ചെടിയും പൂമ്പാറ്റയും സമസ്ത ജീവരാശികളും ഞാൻ തന്നെയാണ്. ഇതിനെയാണ് അദ്വൈതം എന്ന് പറയുന്നത്. ഞാൻ ഒന്നൊരാൾ വേറിട്ടല്ല. ഈ ഞാൻ ഈ പ്രപഞ്ചം മുഴുവനാണ്. അവൻ ഇവനെന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരാത്മരൂപം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന് സുഖത്തിനായി വരെയാണ്. അത് വേറൊരു ഗുരു പറഞ്ഞതാ. ആ ഗുരുവിന്റെ പേര് നിങ്ങൾക്ക് അറിയാമല്ലോ, ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകത്തിൽ. നമ്മുടെ ഗുരുക്കന്മാർ ഇതേ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടല്ല നിങ്ങൾ, രണ്ടാവരുത്, ഒന്നേ ആവാൻ പറ്റും. ഒന്നാണ്. ഇങ്ങനെ ഒന്നായി കണ്ടാൽ ഞാൻ എന്ന് അഹങ്കരിക്കുന്നവരൊക്കെ ഇതൊക്കെ ഒന്നാണെന്നുള്ള ആ ജ്ഞാനത്തിലേക്ക് എത്തിയാൽ അദ്വൈതമായി. ഇതിനു വേണ്ടിയാണ് ഒരു പക്ഷേ രാമകഥയ്ക്കകത്ത് ഇത്രയേറെ ഉപദേശങ്ങൾ, ഇത്രയേറെ ആത്മീയമായ ഉൾപ്പിരിവുകൾ എഴുത്തച്ഛൻ കൂട്ടിച്ചേർക്കുന്നത്. നിങ്ങൾ അങ്ങനെ കൂടിയ കഥ വായിക്കാൻ ഇപ്പോൾ രാമായണം അധ്യാത്മരാമായണം വായിക്കണമെന്നില്ല. രാമായണ കഥ ഗുളിക പരിവർത്തിച്ച് അമർചിത്ര കഥയായിട്ട് വാങ്ങാൻ കിട്ടും. ആ കഥ ഇത് കിട്ടും. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം വായിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് ആരോടും രാഗദ്വേഷമില്ല, രാമനോടും വിരോധമില്ല അല്ലെ, സീതയോടും വിരോധമില്ല, സുഗ്രീവനോട് വിരോധമില്ല. ബാലിയെ ചതിച്ചു കൊന്നതാണ്. ബാലിയുടെ സ്തുതി കേട്ടാൽ ബാലിക്ക് യാതൊരു വിരോധം രാമനോടില്ല. ഈ കൊല ചെയ്യപ്പെടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു ബാലി പറയുന്നു. നീ വന്ന് അഹല്യ. ഇതുപോലെ മുക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ് എല്ലാവരും. ഇത് മനുഷ്യന്റെ ഒരു ജീവിത പ്രശ്നമാണ്. നമ്മൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? അവിടെയാണ് ഭക്തിയുടെ ആവശ്യം. ഭക്തി ഇല്ലെങ്കിലും മനുഷ്യർക്ക് നീതിബോധം കൊണ്ട് അവിടെ എത്താം. പക്ഷെ ഭക്തിയുടെ ഒരു സൗകര്യം ചാത്തന്റെ സദ്ഗതിയിൽ ഉള്ളൂര് പറയുന്നില്ലേ? ചാത്തന്റെ സദ്ഗതി എന്ന കവിതയിൽ ഉള്ളൂര് സനന്ദനെ കാണും. ശങ്കരാചാര്യരുടെ ശിഷ്യനായ സനന്ദനൻ ഒരു കൊടുങ്കാട്ടിൽ സൂചിയുടെ മുകളിൽ കയറി എന്ന് തപസ് ചെയ്യുക. ഇപ്പൊ ചോര എങ്ങനെ വാർന്നൊഴുകുന്നു. അപ്പൊ ആദിവാസിയായ നിരക്ഷരനായ ചാത്തൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഏതോ ഒരു തമ്പുരാൻ സൂചിയുടെ മുകളിൽ കയറി എന്നിട്ട് തപസ് ചെയ്യുക. അപ്പൊ ആരോട് ചോദിച്ചപ്പോൾ എന്തോ വരം കിട്ടാൻ വേണ്ടിയിട്ടാണ് തപസ്. അപ്പൊ എന്താ കിട്ടുന്നത് എന്ന് ഇയാൾക്കറിയില്ല. ഈ പാവം തമ്പുരാൻ ഇങ്ങനെ മരിച്ചാൽ കഷ്ടമല്ലേ?
അയാൾ കണ്ണു തുറന്നാൽ ചോദിക്കാം, എന്താണ് അങ്ങക്ക് വേണ്ടത്? ഈ കാട്ടിലുള്ളത് വലുതാണെങ്കിൽ കടിയെ കൊണ്ടുതരാമെന്ന് പറയാൻ വേണ്ടി കാത്തു നിന്നു. ദിവസങ്ങളോളം അയാൾ കണ്ണു തുറക്കുന്നില്ല. ഇയാൾ ഈ ചാത്തൻ പട്ടിണിയാണ്, എഴുന്നിട്ട് പോകുന്നില്ല. എപ്പോഴാണ് കണ്ണു തുറക്കുന്നത് കാത്ത് ശുദ്ധ ഉപവാസം, പച്ച വെള്ളം പോലും കുടിക്കാതെ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്നപ്പോൾ ചോദിച്ചു, തമ്പുരാനെ എന്തിനാ അങ്ങനെ ദേഹദണ്ഡം ചെയ്യുന്നത്? എന്ത് വരം കിട്ടാനാണ്, എന്ത് കിട്ടാൻ വേണ്ടിയാണ്? ഈ കാട്ടിലുള്ളതാണെങ്കിൽ അടിയും കൊണ്ടുതരാമെന്ന്. ഈ സനന്ദനൻ എന്ന് പറയുന്ന ശങ്കരാചാര്യ ശിഷ്യർ ഉച്ചിച്ചു ചിരിച്ചു. നിനക്ക് എന്തറിയാം തപസ്സിനെ കുറിച്ച്? നിനക്ക് എന്തറിയാം? ഞാൻ നരസിംഹത്തെ തപസ് ചെയ്യുന്നു. നീ കണ്ടിട്ടുണ്ടോ നരസിംഹത്തെ? അപ്പൊ സിംഹത്തെ കണ്ടിട്ടുണ്ട്. പറഞ്ഞു ഇവിടെ ഉണ്ട് സിംഹം എന്ന് പറഞ്ഞു. അപ്പൊ നീ കണ്ട സിംഹമല്ല, ഉടൽ സിംഹത്തിന്റെ മനുഷ്യന്റെയും ശിരസ് സിംഹത്തിന്റെയുമായ നരസിംഹത്തെ നീ കണ്ടിട്ടുണ്ടോ? അടിയം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഓടിപ്പോയി. ഇയാൾ ചിരിച്ചു, ഈ വിഡ്ഢിക്ക് എന്താ അറിയാം? ഞാൻ ചെയ്യുന്ന തപസ്സിന്റെ മൂല്യം എന്തറിയാം? 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടു ഒരു കാട്ടുകയറുകൊണ്ട് സാക്ഷാൽ നരസിംഹത്തെ വലിച്ച് കൊണ്ടുവരും. അപ്പോഴാണ് സനന്ദന് മനസ്സിലായത്, ഇത്രയും കാലം സൂചിമ കയറ്റി നിന്ന് തപസ് ചെയ്താലൊന്നും തൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടിയാണ്, വരത്തിന് വേണ്ടിയാണ് താൻ തപസ് ചെയ്യുന്നത്. ഈ ആദിവാസി അയാൾക്ക് വേണ്ടിയല്ല, അയാൾക്കൊരാവശ്യമില്ല. ഏതോ ഒരു മനുഷ്യൻ തൻ്റെ ശരീരം ദണ്ഡിപ്പിക്കുന്നു, അയാൾക്ക് വേണ്ടത് കൊടുക്കാൻ വേണ്ടി പട്ടിണി കിടന്ന് ദിവസങ്ങളോളം അദ്ദേഹത്തിന്റെ അഭീഷ്ടം ആഗ്രഹം മനസ്സിലാക്കി അങ്ങനെ അന്വേഷിച്ചു പോകുന്നതിന്റെ മുമ്പിലായി ഈ നരസിംഹം പ്രത്യക്ഷപ്പെടുകയുള്ളൂ. ദൈവപ്രീതിയെ കുറിച്ചുള്ള കൺസെപ്റ്റ് അതാണ്. അവനവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ ഒരു ദൈവവും പ്രത്യക്ഷപ്പെടുകയില്ല. മറ്റുള്ളവരെ കൊല്ലുന്നവരുടെ മുമ്പിൽ ഒരു ദൈവവും പ്രത്യക്ഷപ്പെടുകയില്ല. മറ്റുള്ളവരെ വെറുക്കുന്നവരുടെ മുമ്പിലും ദൈവം പ്രത്യക്ഷപ്പെടുകയില്ല. ഇതാണ് ആറ്റിക്കുറുക്കിയാൽ അധ്യാത്മരാമായണം പറയുന്നത്. വെറുപ്പല്ല, സ്നേഹവും സമർപ്പണവും സത്യബോധവുമാണ് ദൈവത്തിന്റെ സാക്ഷാത്കാരം. അവിടെയാണ് ഭക്തിയുടെ പൂർണ്ണ അനുഭവം. അല്ലാതെ അവനവന്റെ നേട്ടത്തിന് വേണ്ടി കൊണ്ടു നടക്കുന്ന വ്യവഹാരമല്ല ഭക്തി. ഇത് പഠിപ്പിച്ചു എഴുത്തച്ഛൻ മലയാളികളെ. പഠിപ്പിച്ചോ എന്ന് എനിക്ക് സംശയമാണ്. പഠിപ്പിക്കാൻ ശ്രമിച്ചു. നമ്മൾ പഠിച്ചില്ലല്ലോ, പഠിച്ചാൽ നമ്മൾ ഇങ്ങനെ ആവില്ലല്ലോ. പക്ഷെ വീണ്ടും അത് അത് വായിച്ചാൽ കൂടുതൽ കൂടുതൽ പഠിക്കാനുള്ള വാസനയുണ്ടാവും. ഇത് ഉപനിഷത്തുക്കളുടെ സാരം കറന്നെടുത്തതാണ്. വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്ന് എപ്പോഴും തുണയ്ക്കാൻ വേണ്ടിയാണ്. അത് ഉണരണമല്ലോ. ഇപ്പൊ വേദവും വേദാന്തവും ശാസ്ത്രവും കൊണ്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചേതസ്സിൽ അത് ഉണർന്ന് തെളിയുന്നില്ലല്ലോ. അത് തെളിയണമെന്നാണ്. അതിന് വിദ്യ ആവശ്യമാണ്. ആ വിദ്യ ആത്മവിദ്യയാണ്. അവനവൻ ഞാൻ തന്നെയാണ് സത്യം. ഇത് ഉടനീളം മുണ്ടകോപനിഷത്തിലൊരു പ്രശസ്തമായ കഥയുണ്ടല്ലോ. 2 കിളികൾ. ആ കഥ മുണ്ടകോപനിഷത്ത് വായിച്ചവർക്കറിയാം. ദ്വാ സുപർണ സയുജ സഖായ സമാനം വൃക്ഷം പരിശ്വാസ ജാതേ. 2 പക്ഷികൾ ഒരു മരത്തിലിരിക്കുന്നു. ഒരു പക്ഷി മുകളിലെ കൊമ്പിലാണ്, മറ്റേ പക്ഷി താഴത്തെ കൊമ്പിലാണ്. ഇപ്പൊ മുകളിലെ കൊമ്പിലെ പക്ഷി പ്രപഞ്ചമഹിമാവിന്റെ നിറഞ്ഞ വെളിച്ചത്തിൽ കണ്ണും നട്ട് ഉത്ഥാനപാതനായി അങ്ങനെ ഇരിക്കുന്നു, ധ്യാനസ്ഥനായിട്ടിരിക്കുന്നു. താഴത്തെ കൊമ്പിലെ പക്ഷി കണ്ടതൊക്കെ കൊത്തി അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ആഹ്ലാദിച്ചിങ്ങനെ ജീവിക്കുക. അങ്ങനെ മധുരഫലം കൊത്തി കൊത്തി പോകുന്നതിനിടയിൽ ചിലപ്പോൾ ഒരു കയ്പുന്ന ഫലം കൊത്തും. അയ്യോ, അത് സങ്കടമായി, ഈ കയ്പുണ്ടായല്ലോ. ഉടനെ മുകളിലേക്ക് നോക്കണോ, അയാൾക്ക് കയ്പുമില്ല മധുരവുമില്ല. കാരണം അയാളൊന്നും കൊത്തി തിന്നുന്നില്ല. അയാൾ ഇന്ദ്രിയ സുഖങ്ങളിൽ വ്യാപരിക്കുന്നില്ല. അവനായിരുന്നെങ്കിൽ എനിക്ക് എത്ര സുഖമായിരുന്നു. കയ്പ് അനുഭവിക്കുമ്പോൾ, ദുഃഖം അനുഭവിക്കുമ്പോഴാണ് ആ തോന്നൽ. അടുത്തൊരു മധുരഫലം കൊത്തുമ്പോൾ പിന്നെ ആ പക്ഷിയെ മറന്നു. പിന്നെ ഈ മധുരം തന്നെ ജീവിതം. അടുത്ത് വീണ്ടും ഒരു ചവർപ്പുള്ളത് കൊത്തിയപ്പോൾ അയ്യോ ചവർപ്പ്, ഈ ജീവിതം എന്തൊരു കഷ്ടമാണ്. നോക്കൂ, അവന് ചവർപ്പും ദുഃഖവും കയ്പും ഒന്നും ഇല്ലല്ലോ. ആ പക്ഷി ആയാൽ മതിയായിരുന്നു. പക്ഷെ അടുത്ത നിമിഷം മധുരഫലം കൊത്തുമ്പോൾ അത് മറക്കുന്നു. ഇങ്ങനൊരു സങ്കല്പം മുണ്ടകോപനിഷത്ത് പറയുന്നു. ഈ പക്ഷി പതുക്കെ 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 കയ്പും ചവർപ്പും പുളിപ്പും ഒക്കെ കൊത്തി 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 ഇതൊക്കെ അർത്ഥശൂന്യമാണെന്ന് അറിയുന്നൊരു നിമിഷം വരും. ആ നിമിഷത്തിൽ മറ്റേ പക്ഷിയുടെ അടുത്തെത്തും എന്നാണ് മുണ്ടകോപനിഷത്തിന്റെ ഒരു ദൈവിക സങ്കല്പം. അങ്ങനെ അവിടെ എത്തുമ്പോൾ ആ പക്ഷിയും ഈ പക്ഷിയും രണ്ടല്ല. അദ്വൈതം മുണ്ടകോപനിഷത്ത് സാക്ഷാത്കരിക്കുന്നത് ഭയങ്കര അത്ഭുതകരമായിട്ടാണ്. അവിടെ എത്തുമ്പോൾ അടുത്ത് നിൽക്കുന്ന വെളിച്ചം, പക്ഷിയുടെ വെളിച്ചം തന്നിലേക്ക് വരുന്നതായിട്ട് തോന്നും. അടുത്ത ഘട്ടത്തിൽ ആ പക്ഷി താൻ തന്നെയാണെന്ന് മനസ്സിലാവും. ആ പക്ഷി ആവാനായിരുന്നു താൻ ഇത്രയും കാലം ജീവിച്ചതെന്ന് മനസ്സിലാവും. ഇതാണ് ജീവൻ മുക്ത അവസ്ഥ എന്ന് പറയും. ജീവൻ മുക്തൻ വെച്ചാൽ മരിക്കുകയല്ല കേട്ടോ. അങ്ങനെ ധാരണ ആൾക്കാർ ജീവൻ മുക്തനായിച്ചാൽ മരിച്ചു, മരിക്കുകയല്ല. ഈ രാഗദ്വേഷങ്ങളെ കൂടുന്നു. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി എന്ന് പറഞ്ഞാൽ നല്ല ആളുകളായിട്ട് സഹവസിക്കുമ്പോൾ നല്ലതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നിസ്സംഗത്വം വരും. ഇതിലൊന്നും വലിയ കഥയൊന്നും ഇല്ല എന്ന് മനസ്സിലാവും. പിന്നെ നിർമോഹത്വം, മോഹങ്ങൾ അവസാനിക്കും, ഇന്ദ്രിയാർത്ഥികളൊക്കെ അവസാനിക്കും. അങ്ങനെ അവസാനിക്കുന്ന ഒരു ഘട്ടത്തിൽ
ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ച പരമാത്മാവ് എന്ന ആ പക്ഷി ഞാൻ തന്നെയാണെന്നുള്ള ബോധമുണ്ടാകും. ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നതല്ല. ഇത് ഉണ്ടാവാൻ നമുക്ക് നിത്യ പരിശീലനം ആവശ്യമാണ്. അതുകൊണ്ടാണ് കഷ്ടകാലത്തെങ്കിലും രാമായണം വായിക്കണമെന്ന്. കഷ്ടകാലത്ത് മാത്രമല്ല, എല്ലായ്പ്പോഴും രാമായണം നിരന്തരം വായിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് രാഗദ്വേഷാദി ഭാവങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ഒരുത്തരെ കൊല്ലണം എന്ന് തോന്നുകയില്ല. കൊന്നിരുന്ന ഒരാൾക്ക് പോലും, അതാണ് വാത്മീകിയുടെ കഥ പറയുന്നത്. വാത്മീകിയുടെ കഥത്തിനകത്ത് പറയുന്നത്, എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിൽ വാത്മീകി ആശ്രമത്തിൽ പ്രവേശിക്കുമ്പോൾ വാത്മീകിയുടെ കഥ പറയും. വാത്മീകിയുടെ കഥയിലാണ് രത്നാകരനായ കൊള്ളക്കാരൻ എന്ന കഥ എഴുത്തച്ഛനാണ് പറയുന്നത്. വാത്മീകി രാമായണത്തിൽ ഈ കഥ പറഞ്ഞിട്ടില്ല. അത് എഴുത്തച്ഛൻ എവിടെയും ഉണ്ടായിരിക്കും. അധ്യാത്മരാമായണത്തിലുള്ള കഥ തന്നെയാണ്. അതിലാണ് പറയുന്നത് ഇയാൾ പിടിച്ചു പറിച്ചിട്ടാണ് വീട്ടുകാരെ പോറ്റിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരിക്കൽ സന്യാസിമാരെ പിടിച്ചു പറിച്ചപ്പോൾ അവർ ചോദിച്ചു, എന്തിനാണ് ഞങ്ങളെ ഉപയോഗിക്കുന്നത്? അവർ ഞങ്ങൾ എൻ്റെ കുട്ടിയെ മക്കളെ പോറ്റാനാണ്. നിങ്ങൾ ചെയ്യുന്ന പാപമൊക്കെ അവരും കൂടെ സഹിക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദ്യം ആദ്യമായിട്ടാണ് ചോദിച്ചത്. കൊട്ടേഷൻ സംഘം നടത്തി പൈസ ഉണ്ടാക്കിയാൽ, ആളെ കൊന്ന് പൈസ ഉണ്ടാക്കിയാൽ ആ പൈസ കൊണ്ട് പോറ്റുന്ന കുടുംബം നിങ്ങളുടെ ഈ കൊലയുടെ പാപം കൂടി വഹിക്കുമോ? വീട്ടിൽ ചെന്ന് ചോദിച്ചിട്ട് വരാമെന്ന്. ചോദിച്ചപ്പോൾ പറഞ്ഞ അനുഭവം രാമായണത്തിൽ പറയുന്നുണ്ടല്ലോ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചു കൊടുക്കുന്നവരും. നിങ്ങൾ എന്ത് പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി, ഏത് മതത്തിന് വേണ്ടി, ഏത് ദർശനത്തിന് വേണ്ടി, ഏത് ജാതിക്ക് വേണ്ടി കൊന്നാലും ആ കൊന്നതിന്റെ ഫലം ആ പ്രസ്ഥാനങ്ങളോ പാർട്ടിയോ മതമോ ഏറ്റെടുക്കുകയില്ല. അതിന്റെ ഫലം അവസാനം നിങ്ങൾക്ക് തന്നെ ഉള്ളതാണിത്. എല്ലാവരും ഓർക്കാൻ നല്ലതാണ്. ഇത് എത്രയും ഭംഗിയായിട്ട് എഴുന്നിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. താൻ നിരന്തരം ചെയ്യുന്ന ആർക്ക് വേണ്ടി ചെയ്താലും, ഏത് പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി ചെയ്താലും, ഏത് മതത്തിന് വേണ്ടി ചെയ്താലും, ഏത് ദർശനത്തിന് വേണ്ടി ചെയ്താലും ഹിംസ ചെയ്യുന്നവന്റെ പാപം അവൻ തന്നെ അനുഭവിക്കണം. അപ്പോഴാണ് പരിവർത്തനം ഉണ്ടാകുക. അല്ലെ? അങ്ങനെയാണ് പിന്നെ ആ മരം ഈ മരം എന്ന് ചോദിച്ചു എന്നത് തന്നെയാണ്. രാമനായത് പിന്നെയാണ്. മരം രാമനാവും എന്നതാണ് എന്റെ സങ്കല്പം. എന്ന് പറഞ്ഞാൽ രാമൻ തന്നെ വേണമെന്നില്ല, ഒരു മരം ഉണ്ടായാലും മതി. അല്ലെ? ഒരു ദൈവത്തിന് പ്രത്യേകിച്ച് രാമനായി തന്നെ അവതരിക്കണമെന്നില്ല. എത്ര സമർത്ഥമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മരം 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 എന്ന് ജപിച്ചാലും നിങ്ങൾക്ക് ഈശ്വരനിലെത്താം. ഇത് ഇന്ത്യയിൽ മാത്രമുള്ള ഒരു ദർശനം. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മഹാവികൃതിയായിരുന്നു എൻ്റെ മുത്തശ്ശി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെറിയ പുഴുവിനെ കുത്താൻ വേണ്ടി ഒരു കല്ലെടുത്ത് പോയപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അയ്യോ ഉണ്ണി അതിനെ ഒന്നും ചെയ്യലടാ, അത് എണ്ണക്കാരൻ പുഴുവാണ്, അത് ദൈവത്തിന് എണ്ണയും കൊണ്ട് പോവുകയാണെന്ന്. എന്നിട്ട് എവിടെയുണ്ടോ അതിൻ്റെ പുഴു, അതിൽ കറുപ്പും ചുവപ്പും ഒക്കെ ആയിരുന്നു. ഞാൻ അതിനുശേഷം ആ പുഴുവിനെയെന്നല്ല ഒരു പുഴുവിനെയും ഉപദ്രവിക്കാറില്ല. കാരണം ഈ പുഴുവിന് എണ്ണക്കച്ചവടമാണ്, ദൈവത്തിന്റെ എണ്ണയും കൊണ്ട് പോകുന്ന ആളാണ്. മറ്റേ പുഴു ദൈവത്തിന്റെ മറ്റെന്തെങ്കിലും ഏർപ്പാടാണെങ്കിൽ പോകണമല്ലോ. ദൈവത്തിന്റെ ഈ കർമ്മങ്ങൾ ചെയ്യുന്നവരെ നമ്മളായിട്ട് ഉപദ്രവിക്കേണ്ടത് സ്കൂളിൽ പോയിട്ടില്ലാത്ത മുത്തശ്ശിയാണ് എന്നെ പഠിപ്പിച്ചത്. മുത്തശ്ശിയാണ് എനിക്ക് ഇതൊക്കെ പറഞ്ഞു തന്നത്. രാമകഥ ആദ്യം പഠിപ്പിച്ച മുത്തശ്ശിയാണ്, രാമായണം പറഞ്ഞു തന്നത്. ഒരിക്കലും ഒരു പാമ്പുങ്കാവ് ഉണ്ടായിരുന്നു തറവാട്ടിൽ. ഞങ്ങളതിലിങ്ങനെ ഈ വലിയ കരുവള്ളി ഊഞ്ഞാല് അതിന് മുകളിൽ കയറി കളിക്കും. അങ്ങനെ എനിക്ക് ഒരിക്കൽ ഒരു പാമ്പിന്റെ വാലുമ പിടിച്ചു. ഓടി നിലപിടിച്ചു, അയ്യോ പാമ്പ് എന്നൊക്കെ പറഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് ഒരു പരിഭ്രമമില്ല. മുത്തശ്ശി പറഞ്ഞു, പേടിക്കേണ്ട കുട്ടികളെ, അതൊരു സത്യമുള്ള പാമ്പാണത്. 5 മണിക്കൊരു പാമ്പ് അതിൽ കൂടെ പോകൽ പതിവുള്ളതാണ്. ഈ ബസ്സിന്റെ സമയമൊക്കെ പറയുന്ന പോലെ മുത്തശ്ശി പറയും. 5 മണിക്ക് പോണ ബസ്, 6 മണിക്ക് പോണ ബസ് എന്നൊക്കെ പറയും പോലെ പാമ്പ് പോണ സമയമൊക്കെ മുത്തശ്ശിക്കറിയാം. മുത്തശ്ശി പാമ്പുങ്കാവ് ചെന്ന് പാമ്പിനോടൊരു അഭിമുഖ സംഭാഷണം നടത്തി. എന്തിനാ വെറുതെ കുട്ടികളെ പേടിപ്പിക്കുന്നത്? നമ്മുടെ കുട്ടികളാണ് കേട്ടോ, ഒന്നും ചെയ്യരുത് കേട്ടോ, നിങ്ങൾ വേണ്ടതൊക്കെ തന്നോളാട്ടോ എന്നൊക്കെ പാമ്പുമായിട്ട് അഭിമുഖ സംഭാഷണം. തിരിച്ച് എന്നോട് പറഞ്ഞു, ഒരു സത്യമുള്ള പാമ്പാണ്, പാവാണ്, അത് അവിടെ ഇരുന്നോട്ടെ, അതൊന്നും ചെയ്യരുത് കേട്ടോ എന്ന്. ഞാൻ ഇന്നേ ഒരു പാമ്പിനെ ഉപദ്രവിച്ചിട്ടില്ല, ഒരു പാമ്പ് എന്നെ ഉപദ്രവിച്ചിട്ടില്ല. ഇത് അന്ധവിശ്വാസമൊന്നുമല്ല. കാരണം ഞാൻ എൻ്റെ വീട്ടിലൊരു പാമ്പ് വന്നു, എൻ്റെ കിടക്കയ്ക്കുള്ളിൽ പാമ്പ് വന്നില്ല. എഴുന്നേറ്റപ്പോൾ കിടക്കുള്ളത് പാമ്പ് ഓർക്കുകയാണ്. അങ്ങനെ ഞാൻ പേടിച്ച് കുറച്ച് എൻ്റെ മകൻ, ചെറിയ മകൻ പറഞ്ഞു, അടിക്കു വെച്ചാൽ അതിനെ തലക്കടിച്ചാൽ ചാവും, മണ്ണെണ്ണ ഒഴിക്കൂ എന്നൊക്കെ. അതൊക്കെ അറിയാം, പാമ്പിനെ പോലെ മണ്ണെണ്ണ ഒഴിച്ചാൽ പിന്നെ പാമ്പ് ചാവില്ല. ഞാൻ പറഞ്ഞു അത് പൊക്കോട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശി പഠിപ്പിച്ചൊരു തത്വത്തിൻ്റെ പുറത്ത് അതിനെ പുറത്താക്കിയതിൻ്റെ പേരിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യയും മക്കളും നാട്ടുകാരടക്കമുള്ള ആളുകൾ എന്നെ ശകാരിച്ചതിനും ഒന്നിനും കൊള്ളാത്ത ഭീരുവാണെന്ന് പറഞ്ഞതിനും പകരം വീട്ടാൻ വേണ്ടി ഞാൻ പാമ്പിനെ കൊല്ലുന്നത് എങ്ങനെയെന്നൊരു കവിത എഴുതി. കവികൾക്ക് അങ്ങനെ ഒരു സൗകര്യം, ആരെങ്കിലും കൊല്ലാൻ തോന്നിയാൽ കവിത എഴുതിയാൽ മതി, ആളെ കൊല്ലേണ്ടി വരില്ല. അതിലാ ദ്വേഷം അവസാനിക്കും. അതിലെ വരികൾ ഞാൻ എൻ്റെ മുഖത്തപ്പെടുത്താൻ വേണ്ടി പറയാൻ എഴുത്തച്ഛനെ കുറിച്ച് പറയുമ്പോൾ അതിലെ വരികൾ ഇങ്ങനെയാണ്: പാമ്പിനെ കൊല്ലുന്നത് എങ്ങനെ? ജീവന്റെ കാമ്പിനെ തീണ്ടും വിഷജ്വാലയെ, പാമ്പായിരുന്ന നാൾ ഞാൻ ഇഴഞ്ഞെത്തിയ പാതാള തൃഷ്ണയെ, കാമങ്ങളെ, സർപ്പിളാകാരമായി എൻ്റെ നാഭീമൂല പത്മത്തിലുണ്ട് നീ എന്നിരിക്കെ, കൊല്ലുന്നത് എങ്ങനെ നിന്നെ ഞാൻ എന്നെയും. അതാണ് പ്രശ്നം. ഇത് കുണ്ടലിനിപ്പാട്ടിൽ ഗുരു പറയുന്നുണ്ട്, ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുൾ ആനന്ദ കൂത്ത് കണ്ട് ആടുപാമ്പേ. ആ പാമ്പ് ഇവിടെ ഇരിക്കുക. നേരത്തെ പറഞ്ഞ കുണ്ടലിനിയിൽ ഇരിക്കുന്ന
സർപ്പിളാകാര സ്വരൂപമായ എൻ്റെ തന്നെ ചൈതന്യ വിശേഷമായ പുറത്ത് സഞ്ചരിക്കുന്ന ഈ പാമ്പിനെ ഞാനെങ്ങനെ കൊല്ലും? ഇതിനാ വേദാന്തം. വേദാന്തം കൊണ്ട് ഇങ്ങനെ ചില പ്രയോജനമൊക്കെ ഉണ്ട്. കൊല്ലാതിരിക്കാം, വെറുക്കാതിരിക്കാം, സ്നേഹിക്കാം. ഇതിന് അടിസ്ഥാന തത്വമാണ് ഈ വേദാന്തം. ഞാൻ എൻ്റെ ആത്മകഥ പറഞ്ഞത് ഇത് നമുക്ക് പ്രയോഗക്ഷമമാണ്. ഇതിനാണ് ആചാര്യൻ ഇതൊക്കെ പറഞ്ഞു വെച്ചത്. ഈ ഒരു ബോധമാണ് ഒരു പക്ഷേ അതിലെ ചെറിയ ജീവജാലങ്ങൾക്കൊക്കെ നീതിബോധമുണ്ടല്ലോ അല്ലേ? സമ്പാദ്യം എത്ര നീതിമാനായ പക്ഷിയാണ്, ജഡായു എത്ര നീതിമാനായ പക്ഷിയാണ്, സമസ്ത ചരരാശികൾക്കും ജീവരാശികൾക്കും. ഇതിനെ നമ്മൾ ഒരുപക്ഷെ ഇന്ത്യൻ വിശ്വാസങ്ങളിൽ 33 കോടി ദൈവങ്ങൾ എന്നൊക്കെ പറഞ്ഞത് ജനാധിപത്യവൽക്കരണമാണ്. ഒരു രൂപത്തിലല്ല ദൈവം. ദൈവം ഒന്നേ ഉള്ളൂ. ഏകം സത് വിപ്ര ബഹുധാ വദന്തി. ഒന്നേ ഉള്ളൂ, രണ്ടാമതൊന്നില്ല. ഛാന്തോക്യോപനിഷത്ത് ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്, സദേകം ഏകമേവാദ്വിതീയം, സദേകമേവാദ്വിതീയം, രണ്ടാമതൊന്ന് ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത വിധം ഏകമാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ ഏകത്വം ആണിത്, രണ്ടല്ല ഒന്നാണെന്ന് ഉറപ്പിക്കുക. എന്നിട്ട് 33 കോടി ദൈവങ്ങളെ സങ്കല്പിച്ചിരിക്കും. അതെന്തിനാണ്? ഈ ബഹുസ്വരതയൊക്കെ ഏകത്വത്തിൽ ആണ് നിൽക്കുന്നത്. ബഹുസ്വരമായി കാണപ്പെടുന്ന ഏകത്വം, നാനാത്വത്തിലെ ഏകത്വം എന്നൊക്കെ നമ്മൾ പറയുന്ന കാവ്യഭാഷ ഇതാണ്. ബഹുസ്വരമായി കാണപ്പെടുന്നു. പുഴുവായി കാണപ്പെടുന്ന ഒരു ഈശ്വരൻ, പുഴയായി കാണപ്പെടുന്ന ഒരു ഈശ്വരൻ. അക്കിത്തത്തിൻ്റെ ഒരു കവിതയിൽ അക്കിത്ത് ഒരു കത്ത് അയച്ചതാണ് എൻ്റെ സഖി വാരികയ്ക്ക്. ഞാൻ പണ്ട് ആ കത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. ആ കത്തിൽ ഇങ്ങനെയാ പറയുന്നത്, ഈ പൂഞ്ഞാറിലെ വനങ്ങളെ കുറിച്ചൊരു ഫീച്ചർ സ്റ്റോറി വന്നപ്പോൾ അതിനെക്കുറിച്ച് എഴുതിയ കത്താണ്. അതിലിങ്ങനെ പറയുന്നുണ്ട്, സ്വർഗത്തിലഡാൽ തടാക വിദ്യുന്മയ തടങ്ങളിൽ അഞ്ചനാട്ടിൽ ചിതറിയോർ ആനക്കൊമ്പിന് യുഗങ്ങളിൽ പൂഞ്ഞാറിലെ തമ്പുരാന്റെ ചന്ദനത്തേൻ മണങ്ങളായി എന്ന് പറഞ്ഞിട്ട്, ഈട്ടിയായി മരുതായി തേക്കായി കാട്ടിലുണ്ടായിരുന്നവർ എങ്ങുപോയി. കാട്ടിലുണ്ടായിരുന്നവ എന്നല്ല പറയും. നമ്മൾ തെങ്ങിനെ അവൻ എന്ന് പറയും, അല്ലെങ്കിൽ തെങ്ങ് മാവ് മുതലായവ എന്നല്ലേ പറയും. തെങ്ങ് മാവ് പുളി മുതലായവർ എന്നുള്ള പറയാറില്ലോ. മുതലായവർ എന്ന് പറയുമ്പോൾ അതിന് ജീവനുണ്ടല്ലോ അല്ലേ? ജീവസ്സുണ്ട്, നമ്മുടെ സഹോദര ഭാവേന ഉള്ളതാണ്. ആ കവിതയിൽ ഈട്ടിയെയും മരുതിനെയും തേക്കിനെയും ഒക്കെ സോദരത്വേനെയാണ് അക്കിത്തം കാണുന്നത്. അക്കിത്തം അത് കാണുന്നത് എഴുത്തച്ഛൻ നിന്നാണ്. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലെ സമസ്ത ജീവരാശികളും സഹോദരന്മാരാണ്. അതിൽ നിന്ന് നോക്കൂ, എത്ര സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കിയാലും അതിൽ കാണപ്പെടുന്ന സമസ്ത ജീവരാശികളും സോദരത്വേന. രാമൻ ചെന്ന് ചെടികളോടും പൂക്കളോടും ചോദിക്കുന്നു സീതയെ കണ്ടു. ഇങ്ങനെ പ്രപഞ്ചം പൂർണ്ണമായും എൻ്റെ കൂടെ ഉണ്ട്. ഒരു പുഴു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊന്നും മനസ്സിലാവില്ല. വാക്വം ക്ലീനർ ഉപയോഗിച്ച് അവസാനത്തെ ജീവിയെയും വലിച്ചു പുറത്താക്കി ഏതെങ്കിലും ഫ്ലാറ്റിൻ്റെ 22ാമത്തെ നിലയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് ഏതെങ്കിലും ഒരു സീരിയലിൻ്റെ എപ്പിസോഡ് കാണാൻ പറ്റാൻ നിരാശ വരുന്നതും ആത്മഹത്യ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലല്ലോ. അധ്യാത്മരാമായണം നിരന്തരം വായിച്ചാൽ ആത്മഹത്യ ചെയ്യാനുള്ള വാസന എങ്ങനെയായാലും ഉണ്ടാവുകയില്ല. കാരണം ദുഃഖദുരിതപൂർണമായ ജീവിതത്തിൻ്റെ ഏതറ്റത്തേക്ക് നിങ്ങൾ പോയാലും ഈ ചുറ്റുമുള്ളവരൊക്കെ നമ്മുടെ ആളുകളാണ്. ഇത് നമ്മുടെയാണ്. ഈ പ്രപഞ്ചം ഈ ദുഃഖപൂർണമായ കുരങ്ങന്മാരാണ് സഹായിക്കുന്നത് അല്ലേ? ചിറകെട്ടാൻ വരുന്നത് കുരങ്ങനാണ്. അണ്ണാറക്കണ്ണനും തന്നാലായത് ചെയ്തൊരു പങ്കാളിയാവുന്നു. അപ്പൊ ഏത് ദുരിതത്തിലും നമുക്ക് ജീവരാശിയുടെ ഒരു പിന്തുണ ഉണ്ട്. ഇതറിയാനാണ് പക്ഷെ ഈ ഇത് ഇന്ത്യൻ ദർശനത്തിന്റെ ഒരു വിശാലമായ കാഴ്ചപ്പാട് കൂടിയാണ്. നേരത്തെ പറഞ്ഞ ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീത മാഗൃധ കസ്യസിദ്ധനം. സംവാദ സൂക്തത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്, സംഘച്ഛധ്വം സംവദത്വം സംവോ മനാംസി ജാനത ദേവാഭാഗം യഥാപൂർവേ സംജാനാന ഉപാസതേ സമാനിവ ആകൂതി സമാന ഹൃദയാനിവ. നിങ്ങൾ കേട്ടിട്ടുള്ള പദങ്ങളാണ്. അതിൽ ആവർത്തിച്ച് ഋഗ്വേദകാരൻ പറയുന്നത് സമാനം സമാനം സമാനം. വേറെ കുറെയല്ല, ഞാനും അങ്ങും സമാനരാണ്. ഞാനും ഈ പുഴയും പുൽച്ചാടിയും പുഴുവും സമസ്ത ജീവരാശിയും സമാനരാണ്. അതുകൊണ്ട് സംഘം ചേർന്ന് ജീവിക്കാൻ സാധിക്കും. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല. സംവദിച്ചുകൊണ്ടേയിരിക്കണം, തമ്മിൽ വിനിമയം ചെയ്തുകൊണ്ടേയിരിക്കണം. സംഭവമനാംസി, എല്ലാ മനസ്സുകളും ഒന്നായി തീരട്ടെ. ദേവൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നതെല്ലാം എല്ലാവരുടേതുമാണെന്ന് വിചാരിച്ച് ഭാവന ചെയ്ത് എല്ലാം പങ്കുവെച്ചുകൊണ്ട് ജീവിക്കുക. ഓം ശാന്തി ശാന്തി. ശാന്തി ഉണ്ടാകാനുള്ള വഴി എല്ലാം എനിക്ക് എന്ന് പിടിച്ചു വെക്കലല്ല, എല്ലാം എല്ലാവരുടേതുമാണെന്ന് സങ്കല്പിച്ച് ഭാവന ചെയ്ത് എല്ലാം പങ്കുവെച്ചുകൊണ്ട് ജീവിക്കുക. കേദാമോദരൻ കമ്മ്യൂണിസത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ഈ സംവാദ സൂക്തം ഉദ്ധരിക്കുന്നു. പ്രാകൃത കമ്മ്യൂണിസത്തിന്റെ ഒരു പാഠം ഋഗ്വേദത്തിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്, കേദാമോദരൻ പറഞ്ഞതാണ്. ആ പാഠം ഒരുപക്ഷെ എഴുത്തച്ഛന് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഈച്ച് ഫോർ ഓൾ ആൻഡ്
ഓൾ ഫോർ ഈച്ച്. അത് കാൾ മാർക്സിന്റെ വചന, ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി. ഇതാണ് ഏകത്വം. ഇതിന് നമ്മൾ അദ്വൈതം എന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പൊ അദ്വൈതം എന്ന് ഇവിടെ ഭാരതീയർ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു എന്നതിന് ആത്മാഭിമാനം കൊണ്ടോ അല്ലെങ്കിൽ ഞാനൊക്കെ ഇവിടെ എൻ്റെ പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന മാതിരി പറയുകയല്ല. അതിന്റെ പ്രയോഗങ്ങൾ അതത് കാലങ്ങളിൽ അന്ധകാര നിബിഡമായ ഒരു കാലത്ത് അറിവ് തേടി വരുന്നവർക്കൊക്കെ അറിവ് കൊടുക്കുക എന്നത് തൻ്റെ കുലധർമ്മവും യുഗധർമ്മവുമാണെന്ന് ആചാര്യൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഇവിടെ അവർണ കുട്ടികളെ അദ്ദേഹം എഴുതിച്ചത്. മുസൽമാനായ മരക്കാന്റെ കുട്ടിക്ക് അക്ഷരം പകർന്നു കൊടുത്തത്. അതിന്റെ പേരിലാണ് എഴുത്തച്ഛനെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. സങ്കേതക്കാർ സാമൂതിരിയോട് പരാതി പറഞ്ഞ് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അത് ഒഴിവാക്കിയത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളാണ്. അതാണ് ഈ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ എന്ന പദവി കൽപ്പം എന്ന വേദാന്തത്തിന്റെ ശാസ്ത്ര കേന്ദ്രമാണ്. ഈ ധർമാധർമ്മങ്ങളെ വേർതിരിച്ചറിയൽ അത് വല്ലാത്തൊരു വേദാംഗ ശാസ്ത്രം. ഇത് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു കഥ, 3 ഗന്ധർവന്മാർ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്തവർ. അങ്ങനെ പോകുമ്പോൾ ഒരു ഗന്ധർവൻ ഒരു തവളയുടെ നിലവിളി കിട്ടും. അപ്പോൾ തവള നിലവിളിക്കുന്നത് എന്നെ ഒരു പാമ്പ് പിടിക്കാൻ പോകുന്നു, എൻ്റെ ജീവൻ രക്ഷിക്കണേന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഗന്ധർവൻ പാമ്പിനെ ശപിച്ചു. പാമ്പാണല്ലോ തവളയെ പിടിക്കുന്നത്. ഉടനെ പാമ്പ് ഗന്ധർവനെ ശപിച്ചു. കാരണം എൻ്റെ ഭക്ഷണമാണ് കാലങ്ങളായിട്ട് തവള. ഭൂമുഖത്ത് എല്ലാ പാമ്പുകളും തവളകളെ തിന്നു പോന്നിട്ടുണ്ട്. വിശന്നു പൊരിഞ്ഞ എൻ്റെ ഭക്ഷണം നിഷേധിച്ചുകൊണ്ട് നീ ഒരിക്കലും സ്വർഗത്തിലേക്ക് എത്തുകയില്ല. അപ്പോൾ ഗന്ധർവൻ ഭൂമിയിൽ വീണുപോയി. മറ്റു 2 ഗന്ധർവന്മാർ വീണ്ടും ഭൂമിയിലേക്ക് പോകുമ്പോൾ വീണ്ടും ഒരു തവളയുടെ കരച്ചിൽ കേട്ടു. ആ തവള പറഞ്ഞു, ഇതുപോലെ തന്നെ എന്നെ ഇതാ പാമ്പ് ഭക്ഷിക്കുന്നു, എന്നെ രക്ഷിക്കണം. അപ്പോൾ രണ്ടാമത്തെ ഗന്ധർവൻ മനസ്സിലായി, തവളയുടെ കൂടെ നിന്ന ഗന്ധർവന് സ്വർഗം നഷ്ടപ്പെട്ടു. അപ്പോൾ പാമ്പിൻ്റെ കൂടെ നിന്നാൽ പരിക്ക് പറ്റില്ല എന്ന് കരുതി പാമ്പിനോട് നീ തിന്നോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഉടനെ തവള പാമ്പൻ ഈ ഗന്ധർവനെ ശപിച്ചു. കാരണം ഒരു ജീവന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ ആ ജീവന് വിലകൽപ്പിക്കാതെ വേട്ടക്കാരൻ്റെ പക്ഷത്ത് നിന്ന ഇരയുടെ പക്ഷത്ത് നിൽക്കാതെ വേട്ടക്കാരൻ്റെ പക്ഷത്ത് നിന്ന് നീ ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ആ ഗന്ധർവനും ഭൂമിയിൽ വീണു. അപ്പോൾ 3ാമത്തെ ഗന്ധർവൻ ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക സ്വർഗത്തിലേക്കാണ്, അവനവൻ്റെ സ്വർഗത്തിലേക്ക് പോകാൻ. വീണ്ടും തവള നിലവിളിച്ചു. നേരത്തെ പ്രശ്നം തന്നെ, പാമ്പ് പിടിക്കുന്നു, എന്നെ രക്ഷിക്കണം. അപ്പോൾ ഗന്ധർവന് ഇപ്പോൾ അനുഭവം കൊണ്ടൊരു കാര്യം മനസ്സിലായി. തവളയുടെ പക്ഷത്ത് നിന്നാലും പാമ്പിൻ്റെ പക്ഷത്ത് നിന്നാലും എൻ്റെ സ്വർഗം നഷ്ടപ്പെടുമെന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇരയുടെയും വേട്ടക്കാരൻ്റെയും പക്ഷത്ത് നിൽക്കാതെ അതിലിടപെടാതെ ആ ഗന്ധർവൻ സ്വർഗത്തിലേക്ക് പോയി. ഇതാണ് ഈ ധർമാധർമ്മ വിവേചനത്തെക്കുറിച്ചുള്ള ഇന്ത്യൻ കഥ. അതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കേരളീയരൊക്കെ കൊണ്ടു നടക്കുന്നത്. ഇരയുടെ പക്ഷത്ത് നിൽക്കില്ല, വേട്ടക്കാരൻ്റെ പക്ഷത്ത് നിൽക്കില്ല. അതുകൊണ്ട് വെച്ചാൽ അവനവൻ്റെ സ്വർഗത്തിന് തടസ്സമില്ല. ഇതല്ല എഴുത്തച്ഛൻ പറഞ്ഞത്. എഴുത്തച്ഛൻ ഒരേ സമയത്ത് ധർമാധർമ്മത്തെ അന്വേഷിച്ചു. ഇരയാണോ ധർമ്മം, വേട്ടക്കാരനാണോ ധർമ്മം? പക്ഷെ അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ഇരയുമുണ്ട്, വേട്ടക്കാരനുമുണ്ട്. എന്നാൽ ഇതിനൊക്കെ മീതെ ഒരു ധർമ്മമുണ്ട്, അത് ദൈവധർമ്മമാണ്. ഈ ഇര ഇവിടെ ജീവിക്കണമോ വേട്ടക്കാരൻ ജീവിക്കണമോ എന്ന് തീരുമാനിക്കുന്നത് ഈ വേട്ടക്കാരനുമല്ല ഇരയുമല്ല. ഇതിന് മുകളിൽ ഒരു യൂണിവേഴ്സൽ ജസ്റ്റിസ് എന്നൊന്നുണ്ട്. അത് ഇതിലുടനീളം കാണാം. ആ ദൈവത്തെയാണ് വാഴ്ത്തുന്നത്. നീയാണ് നീതിമാൻ. അതാണ് കുംഭകർണന്റെ നീതിസാരത്തിൽ വരെയുണ്ട്. കുംഭകർണൻ പറയുന്നു, ഈ മൂക്കും മുലയും മുറിച്ചു എന്നുള്ള കേസിലാണല്ലോ നീ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകുന്നത്, അതിന് നിനക്ക് വിധിക്കാൻ എന്ത് അധികാരം എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ആരാണ് നിനക്ക് വിധിക്കാൻ അധികാരമുണ്ടോ? ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യം എഴുത്തച്ഛനിലുടനീളം നിങ്ങൾ അധ്യാത്മരാമായണം സൂക്ഷ്മമായിട്ടാണ് വായിക്കേണ്ടത്. കഥ വായിക്കാൻ അധ്യാത്മരാമായണം വായിക്കേണ്ടതില്ല. ഇങ്ങനെ വായിക്കുമ്പോൾ അധ്യാത്മരാമായണത്തിലുടനീളം ഈ അദ്വൈതം എന്നത് രണ്ടില്ല എന്ന ബോധം, അവരനെ വേദനിപ്പിക്കരുത് എന്ന ജ്ഞാനോദയം, സ്നേഹമാണ് സത്യം, പരമമായ സ്നേഹത്തിലേക്ക് സഞ്ചരിക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് പലതും നഷ്ടപ്പെടും. ഈ നഷ്ടങ്ങളാരും നമ്മൾ തീരുമാനിക്കുന്നത് കൊണ്ടല്ല. എനിക്ക് ഇന്നത് നഷ്ടം വരരുത്, ഇന്നത് നേടണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ ലോകത്ത് നടക്കുകയില്ല. പ്രപഞ്ചനീതി മറ്റൊന്നാണ്. അതുകൊണ്ട് ആ പ്രപഞ്ചനീതിയോടൊപ്പം സഞ്ചരിക്കാൻ മനുഷ്യന് നിയതിയോടുകൂടി ജീവിക്കാനുള്ളൊരു പരിശീലനം ആവശ്യമാണ്. ഇത് ഉടനീളം അതിലാണ് ലക്ഷ്മണോപദേശം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. അതിൽ പറയുന്നുണ്ടല്ലോ, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സും ഓർക്ക നീ വന്യസന്തപ്ത ലോഹസ്താംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടും. കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഭോഗങ്ങൾ, ഈ ഇന്ദ്രിയാനുഭൂതികളൊക്കെ
ക്ഷണപ്രഭാചഞ്ചലങ്ങളാണ്. നിങ്ങൾക്ക് ഏത് ഇന്ദ്രിയാഗ്രഹവും അത് നടത്തി കഴിയുമ്പോൾ തൽക്കാലമായ തൃപ്തിയുള്ളൂ. വയറ് നിറഞ്ഞാൽ നമുക്ക് തൽക്കാലം വിശപ്പ് തീർന്നു, അത് ദഹിച്ചാൽ അടുത്ത് വിശക്കും. കാമം അങ്ങനെ തന്നെയാണ്. എല്ലാ രാഗദ്വേഷാദി സങ്കുലമായ ഈ പഞ്ചേന്ദ്രിയാർത്ഥികളൊക്കെ തന്നെ സ്ഥിരമായി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് അവസാനിക്കില്ല, അതിന് പൂർണ്ണ വിരാമം സാധ്യമല്ല. അതുകൊണ്ട് ഭോഗങ്ങളൊക്കെ തന്നെ ക്ഷണപ്രഭാചഞ്ചലങ്ങളാണ്. നിന്റെ ആയുസ്സാകട്ടെ വേഗേന നഷ്ടപ്പെട്ടു പോകും. ചുട്ടുപഴുത്ത ലോഹദണ്ഡിന്മേൽ ഒരു തുള്ളി വെള്ളം വീണാൽ ക്ഷീ എന്നൊരു ശബ്ദം ഉണ്ടാവും അല്ലേ? അത്രയേ ഉള്ളൂ നിന്റെ ആയുസ്. പ്രപഞ്ചായുസ്സിൽ ഒരു മനുഷ്യായുസ് ക്ഷണഭങ്കുരമാണ്. നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ പ്രസംഗം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നത് എനിക്കൊരു ഗ്യാരണ്ടി ഇല്ല. ഞാൻ വാങ്ങിച്ചു വെച്ച സാധനങ്ങൾക്കൊക്കെ ഗ്യാരണ്ടി ഉണ്ട്, എനിക്ക് മാത്രം ഒരു ഗ്യാരണ്ടി ഇല്ല. അതാണ് മനുഷ്യന്റെ അവസ്ഥ. ഇത്ര ഗ്യാരണ്ടി ഇല്ലാത്തൊരു ജീവിതം വെച്ചുകൊണ്ട് നമ്മൾ എത്ര കാലത്തേക്കാണ് പ്ലാൻ ചെയ്യുന്നത്? അങ്ങനെ പ്ലാൻ ചെയ്യുന്നതിൽ ഒരു നിരർത്ഥകതയുണ്ട്. എന്ന് മാത്രമല്ല, എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഈ പ്രപഞ്ചം പ്ലാൻ ചെയ്യാൻ സാധിക്കില്ല. പ്രപഞ്ചം ഈ പുഴുവിന് അവകാശപ്പെട്ടതാണ്, സമസ്ത ചരരാശികൾക്ക് അവകാശപ്പെട്ടതാണ്. അപ്പൊ അതിനൊരു കോമൺ നീതി ഉണ്ടാവും. അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത് പാമ്പിന്റെ വായിലകപ്പെട്ട തവള അല്ലെ, ചക്ഷുശ്രവണന്റെ വായിലകപ്പെട്ട തവള അവിടെ ഇരുന്നുകൊണ്ട് ഭക്ഷണം ചോദിക്കാതെ എത്ര നന്നായി നിരീക്ഷിച്ചിരിക്കുന്നു പറയും. പാമ്പ് തവളെ പിടിക്കാൻ പിന്നുന്നാണ് കണ്ടുണ്ടോ? അപ്പൊ പിന്നെ പിടിക്കുമ്പോൾ പെട്ടെന്ന് വീഴുന്നില്ല, അങ്ങനെ പതുക്കെ പതുക്കെ ഇടപെടില്ല. അപ്പൊ തവളയ്ക്കൊരു എയർ കണ്ടീഷനിങ് റൂമിലിരിക്കുന്ന ഒരു സുഖം ഉണ്ടാവുള്ളൂ, പിന്നീട് തണുപ്പ് ഇങ്ങനെ തട്ടും. പാമ്പ് വീഴുന്നതൊന്നും മനസ്സിലാവില്ല. അവിടെ നിന്ന് ചെറിയ പ്രാണികളൊക്കെ തവള പിടിക്കാൻ നോക്കും. നമ്മുടെയൊക്കെ ജീവിതം പോലെ തന്നെ അടുത്ത സെക്കൻഡിൽ നമ്മളുണ്ടോ എന്ന് ഉറപ്പില്ല. എന്നാലും ചിലരുടെ പണി കഴിക്കണം എന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ചിലരുടെയൊക്കെ പണി കഴിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. മറ്റവനെ തീർത്താൽ എന്റെ പ്രശ്നം പരിഹരിക്കുന്നതാണ് സാമാന്യ സമവാക്യം. പക്ഷെ അതല്ല, അവനെ തീർത്താൽ നീ തന്നെയാണ് തീരുന്നത്. നിന്നെ കൊന്നവർ കൊന്നു പൂവേ തന്നുടെ മോക്ഷത്തെ. ഇത് ആചാര്യൻ എഴുതിയില്ലെങ്കിൽ ഒരു പക്ഷെ അക്കത്തിന് എഴുതാൻ കഴിയില്ല. ഒരു പൂവിനെ കൊന്നവർ കൊന്നത് തൻ്റെ മോക്ഷത്തെ തന്നെയാണ്. അതുകൊണ്ട് അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവന്ന് പൂശിയാലും എൻ്റെ കൈകളിലെ പാപക്കറ തീരുകയില്ല എന്നൊരു ദർശനം ഒരു പക്ഷെ പിൽക്കാലത്തെ സാഹിത്യത്തിലൊക്കെ വന്നു. ഇത് വന്നത് ഈ അദ്വൈത ബോധം ശക്തിപ്പെട്ടതുകൊണ്ടാണ്. സമസ്ത ജീവരാശികളും ഞാൻ തന്നെയാണ്. പണ്ടൊരു സന്യാസികളുടെ കഥയിൽ പറയും, ജാതക കഥയിൽ പറയുന്നുണ്ട്. സന്യാസി ഒരു തേളിനെ വെള്ളത്തിൽ പിടയുന്നത് കണ്ട് രക്ഷിച്ചു, കരക്കിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ തേള് വെള്ളത്തിൽ കിടക്കും, വീണ്ടും രക്ഷിച്ചു. അപ്പം ഓരോ തവണ രക്ഷിക്കുമ്പോഴും ഓരോ കുത്തു കൊടുക്കും. ഭയങ്കരമായി തേള് കുത്തിയാൽ അറിയാമല്ലോ. പിന്നെയും തേള് വെള്ളത്തിൽ തന്നെ വീണ്ടും രക്ഷിക്കും, വീണ്ടും കുത്തും. അങ്ങനെ 12 തവണ സന്യാസി തേളിനെ രക്ഷിച്ചു. 13ാമത്തെ രക്ഷിക്കാൻ പോയപ്പോൾ പറഞ്ഞു, എടോ താൻ ഈ 12 തവണ ചെയ്തപ്പോഴും ഞാൻ നിന്നെ കുത്തിയില്ല, എന്നിട്ട് വീണ്ടും എന്തിനാണ് ഈ പണിക്ക് മെനക്കെടുന്നത്? അപ്പോൾ പറഞ്ഞു, കുത്തുക എന്നത് നിന്റെ ധർമ്മമാണ്, രക്ഷിക്കുക എന്നത് എൻ്റെ ധർമ്മമാണ്. ഈ ധർമ്മം സ്വീകരിക്കുന്നിടത്താണ് ജീവിതത്തിൻ്റെ ജയാപജയം. നിങ്ങൾക്ക് കുത്തണോ രക്ഷിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എഴുത്തച്ഛൻ ഒരു പക്ഷത്തുമില്ല. എഴുത്തച്ഛൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ കണ്ടിരിക്കുന്നു, പക്ഷെ അവിടെ ഇങ്ങനൊരു നീതി ബാക്കിയായിരിക്കും. അവസാനത്തെ നീതി എന്താണ്? സീത മണ്ണിലേക്ക് മറഞ്ഞുപോയി, രാവണൻ ഇല്ലാതെയായി, ഒരുപാട് ആളുകളില്ലാതെയായി, പക്ഷെ രാമൻ ബാക്കിയായി. പൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം. ആ വന്ദേ വാൽമീകി കോകിലം എന്ന് പറഞ്ഞു നിർത്തിയ കാവ്യം സുഗേയം വള്ളത്തോൾ, കഥ രാഘവീയം, കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ, ചൊല്ലുന്നതോ ഭക്തിമയ സ്വരത്തിൽ ആനന്ദലബ്ധിക്ക് ഇനിയെത്തുക. ഈ ആനന്ദം ഉണ്ടാക്കാൻ വേറൊരു വഴി, അച്യുതമിതി അക്ഷിതമിതി. ഇത് വേദസൂക്തിയാണ്. നീ അച്യുതനാണ്, ച്യുതിയില്ലാത്തവനാണ്, അക്ഷിതനാണ്. ഘോര അങ്കിരസ് മഹർഷി കൃഷ്ണനോട് പറഞ്ഞതാണ്. ഘോര അങ്കിരസ് മഹർഷി കൃഷ്ണനോട്, അങ്ങനെയാണ് അച്യുതൻ എന്ന പേരുണ്ടാവും. അച്യുതമിതി അക്ഷിതമിതി. നീ അക്ഷിതനാണ്, അച്യുതനുമാണ്, ച്യുതിയില്ലാത്തവനും നാശമില്ലാത്തവനുമാണ്. അത് കൃഷ്ണൻ മാത്രമല്ല, ഓരോരുത്തരുമാണ്. കാരണം ഈ പ്രപഞ്ചത്തോട് ചേർന്നാണ് നമ്മുടെ ജീവിതം. ഘോര അങ്കിരസ് മഹർഷിമാരെ പോലുള്ള അനേകം മഹർഷിമാരോട് ഉണ്ടായിരുന്നു. അവരൊക്കെ പഠിപ്പിച്ചത് ഈ ഒരു ജ്ഞാനമാണ്. ഈ ജ്ഞാനമാണ് ഒരുപക്ഷെ എഴുത്തച്ഛൻ എന്ന മഹർഷിയും നമ്മോട് പറഞ്ഞു. അദ്ദേഹം വളരെ സങ്കീർണമായിട്ടൊക്കെ പറഞ്ഞ ആളാണ്, ഞാൻ കൂടുതലൊന്നും കിടക്കുന്നില്ലായിരുന്നു. ഹരിനാമ കീർത്തനത്തിൽ ഈ തത്വം അദ്ദേഹം സംക്ഷേപിക്കുന്നത് ഇങ്ങനെയാണ്: അയ്യഞ്ചും അഞ്ചും ഉടൻ 6ഉം 8ഉം ഉടൻ 6 8 ഉടൻ 3 7 മത ചൊവ്വോടൊരു 5 2 1 തത്വം. സങ്കീർണമായി കിടക്കാതെ 5 5 5 25 5 30 6 8 6 6 5 30 8 38 ഇങ്ങനെ കൂട്ടിയാൽ 114 എന്നൊരു ഭാരതീയ തത്വസംഹിതയിലെത്തും. എന്നിട്ട് 5 5 ഉടൻ 6 8 ഉടൻ 6 8 ഉടൻ 3 7 മത ചൊവ്വോടൊരു 5 2 1
ഇതൊക്കെ കഴിഞ്ഞാൽ അതൊന്നാണെന്ന് പറയും. ഇതൊരു വലിയ സംഘർഷം. ഈ 1000 നാമങ്ങൾ ചൊല്ലി സഹസ്രനാമം പറയില്ലേ, വിശ്വം വിഷ്ണുർവ ഷട്കാരോ ഭൂതഭവ്യ ഭവത്പ്രഭു ഭൂതഭൃത് ഭൂതഭൃത് ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാച്ച മുക്താനാം പരമാംഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷത്രജ്ഞക്ഷര ഏവച വേദോ വേദവിധാൻ നേത പ്രധാന പുരുഷേശ്വര നാരസിംഹ വപു ശ്രീമാൻ കേശവ പുരുഷോത്തമ സർവശർവ ശിവസ്ഥാണുർ ഭൂതാനിർനിധിരവ്യയ സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭുരീശ്വര സ്വയംഭൂ ശംഭുരാദിത്യ. അവിടെ ഈ സ്വയംഭൂവിനവിടെ ഒരു പോസും. ഇങ്ങനെ 1000 പേരുകളുണ്ടെങ്കിലും നീ സ്വയംഭൂവായ ഏകനാണ്, അനാദ്യന്തനാണ്, ജനിച്ചിട്ടില്ലാത്തവനാണ്, ജനിപ്പിച്ചിട്ടില്ലാത്തവനാണ്. ഈ പ്രപഞ്ച സങ്കല്പത്തിൽ അല്ലെങ്കിൽ ദൈവസങ്കല്പത്തിലെ ഇത് ഏറിയും കുറഞ്ഞും എല്ലാ മതങ്ങളും പഠിപ്പിച്ചതാണ്. ഈ ഇസ്ലാമിലൊരു പ്രാർത്ഥനയുണ്ട്, കുൽഹു അല്ലാഹു വഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യക്കുല്ലഹു കുഫുവൻ അഹദ്. അതിൽ പറയുന്നതല്ലേ, ജനിച്ചിട്ടില്ലാത്തവനാണ് നീ, ജനിപ്പിച്ചിട്ടില്ലാത്തവനാണ് നീ, എല്ലാ സ്തുതിയും നിനക്കാണ്, ഏകനാണ് നീ. ഈ 1000 നാമങ്ങൾക്കൊടുവിൽ വിഷ്ണു സഹസ്രനാമവും പറഞ്ഞ് സ്ഥാപിക്കുന്നത് ഇത് തന്നെയാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് ബൈബിളിൻ്റെ ഒരു സാരസർവസ്വം. ഈ ഏകത്വത്തിലേക്ക് വരിക എന്നത് ഒരു പ്രധാനപ്പെട്ട ദർശനമാണ് ഇന്ത്യയെ സംബന്ധിച്ച്. ഇന്ത്യയുടെ കാതലായ ദർശനം ഈ ഏകത്വം തന്നെയാണ്. എവിടെ നോക്കിയാലും, നിങ്ങൾ ഏത് ഉപനിഷത്തെടുത്ത് നോക്കിയാലും അതിന് നിങ്ങൾക്ക് ഒരു പക്ഷേ അവസാനം ഈ അദ്വൈതത്തിന് കാരണഭൂതനായ ശങ്കരാചാര്യ സ്വാമികൾ മാതൃപഞ്ചകം എന്ന 5 കവിതകൾ എഴുതി. അദ്ദേഹം മറ്റൊക്കെ അവസാനിച്ചാൽ അല്ലേ, അദ്ദേഹത്തിന്റെ ജാതി നിർണയം പോലെ കൃതികളൊക്കെ അദ്ദേഹം എഴുതിയതെന്നാണ് ആൾക്കാർ പറയുന്നത്. അത് പ്രക്ഷിപ്തമാണെന്നാണ്. ഞാനിപ്പോൾ ആ വിഷയത്തിൽ കോൺട്രവേഴ്സിലേക്ക് ഒന്നും കിടക്കുന്നില്ല. ഏതായിരുന്നാലും സൗന്ദര്യലഹരി എഴുതിയ ഒരു മഹാൻ, എത്രയോ കാവ്യങ്ങൾ എഴുതി അദ്വൈതം സ്ഥാപിച്ച ഒരു സന്യാസി, മലയാളിയായ ഒരു സന്യാസി മാത്രമാണ് അമ്മയുടെ അടുത്തേക്ക് മടങ്ങി വന്നത്. ലോകത്ത് അനവധി സന്യാസിമാരുണ്ട്. അവർ സന്യസിച്ചാൽ പിന്നെ പൂർവാശ്രമങ്ങളില്ല, അമ്മയില്ല, അച്ഛനില്ല, പൂർവാശ്രമമില്ല. പൂർവാശ്രമത്തിലെ പേര് പോലും ഓർക്കാൻ പാടില്ല. ലോക സന്യാസ ചരിത്രത്തിൽ ഒരു സന്യാസിയാണ് അമ്മയുടെ അടുത്തേക്ക് മടങ്ങി വന്നത്. അത് മലയാളിയായ സന്യാസിയാണ്. കാരണം ഈ മാതൃഭാവം മലയാളിയുടെ ഒരു അടിസ്ഥാന ഭാവമാണ്. അമ്മയ്ക്ക് വേണ്ടിയാണ് ആ ശ്ലോകം എഴുതിയത്. അമ്മ സുഖമില്ലാതായപ്പോൾ വന്നല്ലോ. ആ ശ്ലോകങ്ങൾ അറിയാമായിരിക്കില്ല. അതിലൊരു പ്രധാനപ്പെട്ട ശ്ലോകം എല്ലാവർക്കും അറിയാവുന്നതാണ്. ആസ്താം പാവതീയം പ്രസൂതി സമയേ ദുർവാര ശൂലവ്യഥ നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാച്ച സംവത്സരി ഏകസ്യാപിന ഗർഭഭാര ഭരണ ക്ലേശസ്യ യസ്യക്ഷമോ ധാതും നിഷ്കൃതിം ഉന്നതോപി തനയത്തസ്യൈ ജനന്യേ നമഃ. എന്നെ ഗർഭപാത്രത്തിൽ ഊറിയ നിമിഷം മുതൽ അവിടുന്ന് കഷ്ടപ്പെട്ടില്ലേ, 10 മാസം ചുമന്ന് നടന്നില്ലേ, നൈരുച്യം രുചിയില്ലാതെ അനുശോഷണം ശരീരം ശോഷിച്ച് കഷ്ടപ്പെട്ടില്ലേ, പ്രസവിക്കുന്ന സമയത്ത് ആയിരക്കണക്കായ ശൂലങ്ങൾ തറച്ചു കയറുന്ന വേദന അവിടുന്ന് അനുഭവിച്ചില്ലേ, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ മലമൂത്രങ്ങൾ നിറഞ്ഞ ശയ്യയിൽ പോലും അവിടുന്ന് കിടന്നില്ലേ, തസ്യേ ജനന്യേ നമ. അമ്മയെ നമസ്കരിക്കുന്നതാണ്. ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം ഒന്നാണെങ്കിൽ അത് അമ്മയാണ്. ആചാര്യൻ അത് പറയുന്നതിന് ഒരു കാരണം അത്രയേ ഉള്ളൂ. അമ്മയ്ക്ക് പിറക്കാത്തവരായിട്ട് മനുഷ്യരായിട്ടാരും ഭൂമിയിലില്ല, സസ്തനികളായിട്ടാരും ഭൂമിയിലില്ല. ഈ മക്കൾക്കൊക്കെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു കാലാവസ്ഥ ഉണ്ടാക്കണം എന്നതാണ് അദ്വൈതം. അദ്വൈതം വേറെ, അതിന് സോഷ്യലിസം എന്നൊക്കെ ആധുനിക കാലത്ത് പറഞ്ഞ പേരാണ്. ഇന്ത്യ അതിന് പറഞ്ഞ പേരാണ് അദ്വൈതം. അത് സമത്വാധിഷ്ഠിതം. എൻ്റെ മുത്തശ്ശി പറഞ്ഞത് അതാണ് എന്നോട്. പാമ്പിലൂടെ ജീവിക്കണം, നിനക്കൂടെ ജീവിക്കണം. എൻ്റെ മുത്തശ്ശിയെ സംബന്ധിച്ച് ആ പാമ്പും മുത്തശ്ശിയുടെ കുട്ടിയാണ്, ഞാനും മുത്തശ്ശിയുടെ കുട്ടിയാണ്. പാമ്പും ഞാനും തമ്മിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ജീവിച്ചു പോകാവുന്ന ഒരു സംസ്കാര കാലാവസ്ഥ ഉണ്ടാക്കാമോ? ഇതൊരു അന്വേഷണമാണ്, ബുദ്ധിമുട്ടാണ്. എങ്കിലും അന്വേഷിക്കണ്ടേ. നമുക്ക് പരസ്പരം കൊല്ലാതെയും പരസ്പരം വെറുക്കാതെയും സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാവുന്ന ഒരു കാലാവസ്ഥ ഉണ്ടാക്കാമോ? അത് ഉണ്ടാക്കാമെന്നാണ് ആചാര്യൻ നമ്മെ പഠിപ്പിച്ചത്. ഗർഭസ്ഥനായി ഭൂമി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി ത്വൽ ഭക്തി വർദ്ധനം ഉദിക്കണമെൻ മനസ്സ്. എനിക്ക് ആ ഭക്തി ഉണ്ടായാൽ ഈ ഏകത്വം കിട്ടും. എഴുത്തച്ഛൻ പറഞ്ഞ കാര്യം അതാ. യഥാർത്ഥ ഭക്തി ഉദയം ചെയ്താൽ രണ്ടില്ല എന്ന് കാണാറാവും. അത് അധ്യാത്മരാമായണത്തിൽ നിരന്തരം പറയുന്നുണ്ട്. ബന്ധുക്കൾ അർത്ഥഗൃഹ പുത്രാദി ജാലം അതിൽ വർദ്ധിച്ച് നിന്നുലകിൽ നിൻ തത്വമോർക്കിലും ഇത് അന്ധന് കാട്ടിയൊരു കണ്ണാടി പോലെയാണ്. എനിക്ക് ബന്ധുക്കളുണ്ട്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. പക്ഷെ നാരായണ എന്ന് സദാ ജപിച്ചാൽ പാപം കെടും, പശി കെടും, വ്യസനങ്ങൾ തീരും, നാവിന് ഉണർച്ച വരും, ഏറ്റവും അന്ത്യകാലയെ ഗോവിന്ദപാദ കമലങ്ങൾ തെളിഞ്ഞു കാണും. മരണകാലത്തെ
ഭയത്തെ ചിന്തിച്ചാൽ മതി മറന്നു പോകും മനമെല്ലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മരണമെന്നൊന്നും ഉണ്ട് മനുഷ്യൻ. ഈ മരണഭയം നീങ്ങിയാൽ സത്യത്തിൽ അടിസ്ഥാന പ്രശ്നങ്ങൾ തീരും. ഇതാണ് ഇന്ത്യയുടെ ഒരു അന്വേഷണം. ഞാനിങ്ങനെ വിഷയം മാറി പറയല്ല. ഭാഗവതത്തിലെ ഒരു പ്രധാന പ്രശ്നം അതായിരുന്നു. പരീക്ഷത്തിന്റെ പ്രശ്നം എന്തായിരുന്നു? പരീക്ഷത്തിനെ 7-ാം ദിവസം തക്ഷകം കടിക്കും. 7 ദിവസം കഴിഞ്ഞാൽ എന്നെ പാമ്പ് കടിക്കും, കൊല്ലും, ഒരാൾക്ക് ജീവിക്കാൻ പറ്റും. വല്ലാതെ പ്രശ്നമല്ല. 7 ദിവസം കഴിഞ്ഞാൽ ഞാൻ മരിക്കും. മരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇത് കൃത്യമായ ഒരു ഡേറ്റ് പറഞ്ഞിരിക്കുകയാണ്. മരിക്കും എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഉറങ്ങാൻ പറ്റും. ഭാഗ്യത്തെ കേൾപ്പിക്കാൻ വേണ്ടിയാണ് മഹാഭാഗവതം പറഞ്ഞത്. നൈമിഷാരണ്യത്തിൽ കഥ പറഞ്ഞത് രസിക്കാനല്ല, മരണത്തെ ജയിക്കാനാണ്. ഇത് ഇന്ത്യയിൽ അത് എഴുത്തച്ഛൻ അങ്ങനെ മരണത്തെ ജയിക്കാൻ തന്നെയാണ് എഴുത്തച്ഛൻ എഴുതി വെച്ചത്. കാരണം നൈമിഷാരണ്യത്തിലെ കഥയുടെ ഒരു ഭാഗം ഭാഗവതം അദ്ദേഹം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അധ്യാത്മരാമായണം പോലെ തന്നെ നൈമിഷാരണ്യത്തിൽ കഥ പറഞ്ഞത് മരണജയത്തിന് വേണ്ടിയാണ്, മരണഭയം നീങ്ങാനാണ്. മരിക്കുന്നതുവരെ പരീക്ഷത്തിന് ഭയം ഉണ്ടായിരുന്നില്ല. അവസാനം പഴം തിന്നുമ്പോഴും ഭയം ഉണ്ടായിരുന്നില്ല. പഴത്തിലെ പുഴു തക്ഷകനായി മാറുമ്പോൾ മാത്രമേ മരണം അനുഭവപ്പെടുന്നു. അതുവരെ ഈ 7 ദിവസം കഥ പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒരു കഥ, അതിൽ ഈ ശ്രീശുകൻ തപസ്സിന് പോകും. വേദവ്യാസന്റെ മകനാണ്. വേദവ്യാസൻ സർവസംഘ പരിത്യാഗിയാണ്. പക്ഷെ മകനൊക്കെ ഉണ്ട്. ഒരു ദുഃഖം ഉണ്ടാവേണ്ട കാര്യമില്ല. ഇതിലൊന്നും അർത്ഥമില്ലാതെ എനിക്കും കാപ്പി പറഞ്ഞ കാര്യമൊക്കെ കേട്ടാൽ എനിക്കും ഒന്നിനെ കുറിച്ച് ദുഃഖം ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ അറിഞ്ഞിട്ടും എന്ത് പറ്റിയെന്ന് അറിയാമോ? ശ്രീശുകൻ തപസ്സിന് ചോദിച്ചപ്പോൾ പോയപ്പോൾ സങ്കടമായി. എൻ്റെ മകൻ പോകില്ല. മകനെ ശുക എന്ന് വിളിച്ചുപോയി. ആജന്മമുക്തൻ അനുപേതൻ യവന്റെ പോക്കിൽ ദ്വൈപായനൻ വിരഹകാതരനായി വിളിച്ചു. ഹേ പുത്ര, ശാഖികളെ തെറ്റുപാടിയതാർക്കായി ആ സർവഭൂത ഹൃദയന് നമസ്കരിക്കുകയാണ്. വിളിച്ചപ്പോൾ വിളി കേട്ടത് മകനല്ല, സമസ്ത ചരരാശികളും വിളി കേട്ടു. പുഴുക്കളും പാമ്പുകളും ചെടികളും മരങ്ങളും ഉൾച്ചാടികളും നിന്റെ മകൻ ഈ ശ്രീശുകൻ മാത്രമല്ല, സമസ്ത അചരങ്ങളും നിന്റെ മക്കളാണ്. വസുധൈവ കുടുംബം. ഈ വസുധയിലുള്ളവർ മുഴുവൻ, അതാണ് അദ്വൈതത്തിന്റെ പരമാവസ്ഥ. അതാണ് വസുധൈവ കുടുംബം. വസുധയിലുള്ളതെല്ലാം എൻ്റെ കുടുംബമാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഒരു ചിത്രശലഭം മരിച്ചാലും എൻ്റെ അദ്വൈതഭാവം ചിതറും. അല്ലെങ്കിൽ ഞാൻ ആ ചിത്രശലഭത്തിനെ വേദനിപ്പിച്ചാലും. ഇത് അത്യവസാനം ഇന്ത്യൻ തത്വസംഹിതയിലുണ്ട്. അതാണ് ആചാര്യൻ ഈ കൃതിയുടെ അന്തർഭാവമാക്കിയത്. ഇതുപോലെ തന്നെയാണ് ഹരിനാമകീർത്തനത്തിന്റെ ഭാഗവത പരിഭാഷയുടെ പൂർണ്ണമായിട്ടത് തന്നെയാണ്. ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ കൃഷ്ണകഥയാണ് പറയുന്നത്. ഹിരണ്യകശിപുവിന്റെ പ്രഹ്ലാദ സ്തുതി 7-ാമത്തെ സ്കന്ധത്തിൽ പ്രഹ്ലാദന്റെ സ്തുതിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മഹാനൃശംസാവതാരം പ്രപഞ്ചത്തെ മുഴുവൻ മുച്ചൂടും മുടിക്കാതിരിക്കാൻ നിഷ്കളങ്ക പ്രാർത്ഥന വേണം എന്നാണ്. ഒരു കളങ്കവും ഇല്ലാത്ത പ്രാർത്ഥന വേണം. ആര് പ്രാർത്ഥിക്കും? അപ്പോൾ കളങ്കരഹിതനായ ഒരു കുട്ടിയായിട്ടാണ് പ്രഹ്ലാദൻ പ്രഹ്ലാദൻ അവിടെ ഉണ്ടല്ലോ. പ്രഹ്ലാദന്റെ സ്തുതിയാണ് അതിൻ്റെ ഏറ്റവും ഉന്നതമായ വശം. അത് എഴുത്തച്ഛൻ്റെ സ്തുതികൾ നിങ്ങൾക്ക് കാണാം. ഈ പ്രഹ്ലാദ സ്തുതിയുടെ ആവർത്തനമുണ്ട്. എല്ലാം ഈ അതിലെ വരികളൊക്കെ ഉണ്ട്. ഞാൻ ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രഹ്ലാദന്റെ സ്തുതി ചൊല്ലിക്കൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുക. അതിൽ ഉള്ള വരികൾ ശ്രദ്ധിച്ചാൽ ഇതൊക്കെ എഴുത്തച്ഛൻ്റെ പല സ്തുതികളിലും വരും. നാഥ ജയ ജയ നാരായണ ജയ പാഥോചനോചന പത്മനാഭ ജയ വിഷ്ണു ജയ ജയ വിശ്വംഭര ജയ ജിഷ്ണുമുഖാമര സേവ്യ ജയ ജയ ദർവീകരേന്ദ്ര ശയന ജയ ജയ സർവവന്ദ്യാ ശരണാഗത വത്സല ഭക്തപ്രിയ ജയ പാപ വിനാശന മുക്തിപ്രദ മുനിവൃന്ദ നിഷേവിത നാഥ ജയ ജയ നാരായണ ജയ പാഥോചനോചന പത്മനാഭ ജയ വിഷ്ണു ജയ ജയ വിശ്വംഭര ജയ ജിഷ്ണുമുഖ അമര സേവ്യ ജയ ജയ. ഇനി നിങ്ങൾ അധ്യാത്മരാമായണത്തിലെ സ്തുതികൾ എടുത്തുകൊണ്ട് പരിശോധിച്ചു. ദർവീകരേന്ദ്ര ശയന പലയിടത്ത് ആവർത്തിക്കുന്ന നാഥാ ജയ ജയാന്ന് പലയിടത്തുണ്ട്. നാരായണ ജയാന്ന് എത്രയോ സ്ഥലത്തുണ്ട്. പാഥോചലോചന പത്മനാഭ വിഷ്ണു വിശ്വംഭര ദർവീകരേന്ദ്ര ശയന ജയ സർവവന്ധ്യ ശരണാഗത വത്സല മുക്തിപ്രദ മുനിവൃന്ദ നിഷേവിത. ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന ഈ സ്തുതികളിലൂടെ ഈ പറയുന്ന പരമസ്നേഹാവതാര രൂപമായ പ്രേമാവതാരമായിട്ടാണ് നമ്മൾ കൃഷ്ണാവതാരത്തെ സങ്കല്പിച്ചിരിക്കുന്നത്. പരമപ്രേമാവതാരമാണ്. അതുകൊണ്ട് കള്ളനും തെമ്മാടിയും ഒക്കെ ആവും ഗോപസ്ത്രീകളുടെ തുണിയും വാരിക്കൊണ്ട്
അരയാലിന് കൊമ്പത്തിരുന്ന് അങ്ങനെ ഇരിക്കും. സെമന്തകം കൽക്കുന്നവനാവും, അധർമ്മം ചെയ്യുന്നവനാവും. പ്രപഞ്ചപൂർണമായ ഇതിലൊക്കെ മുങ്ങിത്താഴുമ്പോഴും ഈ ഏകത്വം ദർശിക്കുമാറാകും. ആ ഏകത്വത്തിലേക്ക്, അദ്വൈതത്തിലേക്ക് മനുഷ്യന്റെ കൈപിടിക്കാൻ വേണ്ടി ആചാര്യൻ എഴുതി വെച്ച കൃതികൾ ഇന്നും ജീവനോടുകൂടി നമ്മുടെ കൂടെ ഉണ്ട്. ആചാര്യൻ ജീവനോടുകൂടി ഇല്ലെങ്കിലും ആചാര്യ കൃതികൾ ജീവനോടുകൂടി ഉണ്ട്. അത് നിത്യപാരായണം ചെയ്യുന്നത് വെറുതെ ഭാഷ പഠിക്കാൻ വേണ്ടി മാത്രമല്ല, അദ്വൈതം മനസ്സിൽ വരാൻ വേണ്ടി കൂടിയാണ്. കവിത കേട്ട് മരിക്കുന്ന ഒരൊറ്റ ജനവിഭാഗമേ ലോകത്തുള്ളൂ, അവരുടെ പേര് മലയാളികൾ എന്നാണ്. അല്ലെ, കവിത കേട്ടല്ലേ മരിക്കുന്നു. രാമായണമാണ് കേൾക്കുന്നെങ്കിലും മരിക്കാൻ നേരത്ത് കവിതയല്ലേ കേൾപ്പിക്കുന്നത്. ഒരു കവി എന്ന നിലയിൽ എനിക്ക് ഏറ്റവും അഭിമാനം തോന്നിയിട്ടുള്ളത് മരിക്കാൻ നേരത്തും പ്രയോജനപ്പെടുന്നതാണ് കവിത എന്ന് പഠിപ്പിച്ചത് തുഞ്ചത്തെ ആചാര്യനാണ്. അതിനാൽ സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യപത്നേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം പ്രണൗമി തുഞ്ചത്തെഴും ആര്യപാദം. അത് രവിസ്വരൂപം കൂടെ പറഞ്ഞു വെച്ചു. ആരെഴുതിയാ അറിഞ്ഞൂടാ. ഈ ആദിത്യഹൃദയം ചൊല്ലുമ്പോൾ രവിസ്വരൂപം നമുക്ക് മനസ്സിലാവും. അന്ധകാരാന്തകരായ നമോ നമ. ആദിത്യഹൃദയമൊക്കെ ലോകത്തിലെ ഉജ്ജ്വല കാവ്യങ്ങളിലൊന്നാണ് കേട്ടോ. ശാന്തായ സൗമ്യായ ഘോരായ തേ കാന്തിമതാം കാന്തിരൂപായ തേ നമ. എത്രയാണ് ആദിത്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. രവിസ്വരൂപം എഴുതി വെച്ച കവി ആരാണെന്നറിയില്ല. അങ്ങനെ ഒരു കവിയുടെ മണ്ണിൽ ജനിക്കാനിട വന്നു. നമുക്ക് ആ കാവ്യങ്ങൾ വായിക്കാനുണ്ട്. അതുകൊണ്ട് രാഗദ്വേഷാദി സങ്കുലമായ ഈ സംസാര നാശം വന്ന് സ്നേഹാദി മുക്തിയിലേക്ക്, ജീവൻ മുക്തിയിലേക്ക് നയിക്കുമാറ് ദ്വേഷങ്ങളില്ലാത്ത, പകകളില്ലാത്ത, വെറുപ്പില്ലാത്ത, സംഘർഷങ്ങളില്ലാത്ത ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പദത്തിലേക്ക് പോകാൻ രാമായണ പ്രഭാഷണങ്ങളും രാമായണ പാരായണങ്ങളും മനുഷ്യരാശിക്ക് പ്രയോജനപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാമാന്യം നിർദ്ദിച്ചു പോയ ഒരുപക്ഷെ ഏകാഗ്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പലതും കൂടി കയറി വന്നതുകൊണ്ട് വിശേഷ എഴുത്തച്ഛനെ കുറിച്ച് അങ്ങനെ ഏകാഗ്രമായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് അനവധി കാര്യങ്ങൾ പറഞ്ഞു വെച്ചതാണ്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നു. ഈ പറയുന്നത് പോലെ നേരത്തെ പറഞ്ഞില്ലേ, വേദാന്താദി വിദ്യകളൊക്കെ സംഗ്രഹിച്ചതാണ് അധ്യാത്മരാമായണം. അപ്പൊ അതിൽ നിന്ന് ഒരു ചികളെടുത്ത് കാണിക്കാൻ പറ്റില്ല. ഇങ്ങനെ അനന്തമായ വിസ്തൃതിയുള്ള പക്ഷേ മലയാള സാഹിത്യത്തിലെ ഏറ്റവും ഉന്നതമായ കാവ്യങ്ങളിലൊന്നായ അധ്യാത്മരാമായണത്തെ പ്രണമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.